ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് എങ്കിൽ നമ്മൾ മറ്റെല്ലാവരെയും കാൾ നിർഭാഗ്യരാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് എങ്കിൽ നമ്മൾ മറ്റെല്ലാവരെയും കാൾ നിർഭാഗ്യരാണ്. കൊരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 19-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാക്യത്തിലൂടെ, ഈ ഒരു വചനത്തിലൂടെ വിശുദ്ധ പൗലോസ് ശ്ലീഹ നിർഭാഗ്യരായ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയാണ്. നിർഭാഗ്യരായ ഒരു വിഭാഗം ആളുകൾ, അത് ഏറ്റവും വലിയ നിർഭാഗ്യരായ ആളുകളെ കുറിച്ചാണ് പൗലോസ് ശ്ലീഹ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏറ്റവും വലിയ നിർഭാഗ്യമുള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ. ആരാണ് ഈ നിർഭാഗ്യരായ വ്യക്തികൾ? അത് അവിശ്വാസികളാണോ, അല്പവിശ്വാസികളാണോ, അന്ധവിശ്വാസികളാണോ, യുക്തിവാദികളാണോ, നിരീശ്വരവാദികളാണോ, മറ്റേതെങ്കിലും ജനവിഭാഗങ്ങളിൽപ്പെട്ട വ്യക്തികളാണോ? ഇവരാരുമല്ല. പൗലോസ് ശ്ലീഹ ഈ വചനഭാഗത്ത് പറയുന്ന നിർഭാഗ്യരായ മനുഷ്യർ, നിർഭാഗ്യരായ വിഭാഗം അല്പവിശ്വാസികളോ, അന്ധവിശ്വാസികളോ, അവിശ്വാസികളോ, യുക്തിവാദികളോ, നിരീശ്വരവാദികളോ ആരുമല്ല. പിന്നെ ആരെക്കുറിച്ചാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? വിശ്വാസം ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത്, പ്രത്യാശ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, യേശുക്രിസ്തുവിൽ പ്രത്യാശയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ നിർഭാഗ്യരാകും? സത്യത്തിൽ അവരല്ലേ ഏറ്റവും ഭാഗ്യമുള്ളവരാകേണ്ടത്. യേശുക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടായിട്ടും യേശുക്രിസ്തുവിൽ പ്രത്യാശ ഉണ്ടായിട്ടും അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ നിർഭാഗ്യരാകും? അവരല്ലേ യഥാർത്ഥത്തിൽ ഭാഗ്യമുള്ള വ്യക്തികളായി മാറേണ്ടത്. പക്ഷെ പൗലോസ് ശ്ലീഹ എന്തെങ്ങനെ പറയുന്നത്? പൗലോസ് ശ്ലീഹ പറയുന്നത് വിശ്വാസമുള്ള എല്ലാവരെയും കുറിച്ചല്ല, പ്രത്യാശയുള്ള എല്ലാവരെയും കുറിച്ചല്ല, മറിച്ച് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ യേശുവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എങ്കിൽ, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളത് എങ്കിൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ എല്ലാവരെയും കാൾ, മറ്റുള്ള സകലരെയും കാൾ നിർഭാഗ്യരാണ് എന്നും. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നതെങ്കിൽ, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ, അങ്ങനെയുള്ള മനുഷ്യര് ഈ ലോകത്തെ ഏറ്റവും നിർഭാഗ്യരുടെ ഗണത്തിലാണ് പൗലോസ് ശ്ലീഹ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വാക്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം എന്ന് പറയുമ്പോൾ ഈ ജീവിതമല്ലാതെ വേറൊരു ജീവിതം ഉണ്ടോ? ഈ ജീവിതമല്ലാതെ വേറൊരു ജീവിതം ഉണ്ടോ? ഉണ്ട്. ഏതാണ് ആ ജീവിതം? നിത്യജീവൻ അഥവാ മരണത്തിനപ്പുറം ഒരു ജീവിതം. അത് ഈ ജീവിതത്തിന്റെ തന്നെ തുടർച്ചയാണ്. അപ്പോൾ ഈ ജീവിതം കൂടാതെ ഈ ജീവിതത്തിനപ്പുറത്ത് മരണശേഷം ഒരു ജീവിതമുണ്ട്. അത് നിത്യമായ ജീവിതമാണ്. ഈ നിത്യമായ ജീവിതത്തെക്കുറിച്ച് ഒരു ജാഗ്രത, ഒരു കരുതല്, ഒരു ശ്രദ്ധ അങ്ങനെ നമ്മളിൽ ഇല്ല എങ്കിൽ, നമ്മളുടെ യേശുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ അത് കേവലം ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി പരിമിതപ്പെടുകയാണ് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും നിർഭാഗ്യരായിരിക്കുമെന്ന് പൗലോസ് ശ്ലീഹ വചനത്തിലൂടെ പറയാണ്. അപ്പൊ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ? നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണോ? അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിരിക്കില്ലല്ലോ. നമ്മൾ ക്രിസ്തുവിൽ വിശ്വാസം ഉള്ളവരാണ്, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ്. പക്ഷെ ചോദ്യം ഇതാണ്, എനിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ത്, മാനദണ്ഡം എന്ത്? ഭൗമികമായ ഏതെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതിൽ മാത്രമായി എനിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം പരിമിതപ്പെട്ട് കിടക്കുകയാണോ? എങ്കിൽ ഈ വാക്യം നമുക്കും കൂടെ ഉള്ളതാ. അങ്ങനെയാണെന്നല്ല അച്ഛൻ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ നമ്മളും ഈ കാറ്റഗറിയിൽ വരും. ഏത് കാറ്റഗറിയിൽ? നിർഭാഗ്യരായ വ്യക്തികളുടെ കൂട്ടത്തിൽ നമ്മളും വരും. അപ്പോൾ നിത്യജീവിതത്തെക്കുറിച്ചുള്ള ഒരു ജാഗ്രത, ഒരു ചിന്ത തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ജാഗ്രത, ഒരു ചിന്ത നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിത് നിത്യജീവനെ പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ, നിത്യമായി നീളുന്ന ജീവിതത്തെക്കുറിച്ച്, മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ ഏറ്റവും വലിയ വിഡ്ഢികളായി നമ്മൾ മാറല്ലേ ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും ദൂരെ യാത്രയ്ക്ക് പോകുന്നു. ഇപ്പോൾ ഒരു 2 ദിവസത്തെ ഒരു ട്രിപ്പിന് പോകാമെന്ന് കരുതുക. നമ്മൾ സാമാന്യം നന്നായിട്ട് ഒരുങ്ങും ഇല്ലേ? അത്യാവശ്യം ഒരുക്കൊക്കെ നടത്തില്ലേ? ഞാൻ മേക്കപ്പ് ഇട്ട് ഒരുങ്ങുന്നതിനെ കുറിച്ചല്ല പറയണത്. ഒരു 2 ദിവസം എവിടേക്കെങ്കിലും യാത്ര, വീട്ടിൽ നിന്ന് മാറി നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കരുതുന്ന, ചിലപ്പോൾ ഭക്ഷണം കരുതും, ആവശ്യത്തിന് വെള്ളം കരുതും, അല്ലെങ്കിൽ വസ്ത്രം, അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ കരുതും, കുറച്ച് പണം കയ്യിൽ കരുതും, അല്ലെങ്കിൽ ഒരാഴ്ച എവിടെയെങ്കിലും മാറി നിൽക്കുന്നു, ഒരാഴ്ച എവിടെയെങ്കിലും പോവാണ്. ഇപ്പോൾ ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാർ അല്ലെങ്കിൽ ധ്യാനിപ്പിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ മാറി മാറി പല സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോവാറുണ്ട്. ഒരിക്കൽ
ദൗത്യത്തിന്റെ ഭാഗമായിട്ട് രാജസ്ഥാനിൽ പോകേണ്ടി വന്നു. രാജസ്ഥാനിൽ നിന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ തെളിയുന്ന ചിത്രം എന്തായിരിക്കും? മരുഭൂമി അല്ലേ പറഞ്ഞേ, അല്ലെങ്കിൽ ഒട്ടകം, മരുഭൂമി, ഇതൊക്കെയാണ് മനസ്സിൽ പെട്ടെന്ന് തെളിയുന്ന ചിത്രം. സ്വാഭാവികമായും അവിടെ നല്ല ചൂടായിരിക്കും എന്നാണ് മനസ്സിൽ കരുതുക. പക്ഷേ ബുക്ക് ചെയ്തവർ പറഞ്ഞത്, അച്ഛ ഇവിടെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് അച്ഛൻ സ്വെറ്ററുമായിട്ട് വരണം എന്ന് പറഞ്ഞു. ഒരു 2 സ്വെറ്ററെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത്ഭുതമായി. രാജസ്ഥാനിൽ തണുപ്പാന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. തണുപ്പ് ഉണ്ടെന്നുള്ള കാര്യം, തണുപ്പുള്ളപ്പോൾ ഭയങ്കര തണുപ്പാണെന്നും ചൂടുള്ളപ്പോൾ ഭയങ്കര ചൂടാണെന്നുമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു വട്ടമല്ല, ബുക്ക് ചെയ്ത സമയത്ത് പറഞ്ഞു. പിന്നെ എപ്പോഴെല്ലാം ധ്യാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിക്കുമ്പോഴും അപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛാ 2 സ്വെറ്റർ എടുക്കാൻ മറക്കരുതേ, 2 സ്വെറ്റർ എടുക്കാൻ മറക്കരുതേ. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ 3 സ്വെറ്റർ എടുത്തു. കാരണം എനിക്ക് തണുപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. തണുപ്പാണെങ്കിൽ ചൂടാണെങ്കിൽ ഒരു പരിധിക്ക് മേലെ പോയാൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ രാജസ്ഥാനിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി 3 സ്വെറ്റർ കൊണ്ടും ഒന്നും ആകില്ല എന്ന്. അവരെനിക്കൊരു 3 സ്വെറ്റർ വേറെ തന്നു. മൊത്തം 6 സ്വെറ്റർ ഞാൻ ഇട്ടു. അതിൽ കൂടുതൽ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇടാൻ ഇനി പറ്റില്ല. കാരണം ഇതിനൊരു മിനിമം വലിപ്പം ഉണ്ടല്ലോ, അതിന് അപ്പുറത്തേക്ക് ഇത് ഇടാൻ പറ്റില്ല. എന്നെ കണ്ടൊരു ബൊമ്മയുടെ പോലെ തോന്നും. കാരണം 6 സ്വെറ്റർ ഇട്ട് നിൽക്കുകയാണ്, എന്നിട്ട് ഞാൻ വിറയ്ക്കുകയാണ്. തണുപ്പ് എത്രയോ 16 ഡിഗ്രിയോ മറ്റോ ആണ് അവിടുത്തെ തണുപ്പ്. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ആ അവിടെയുള്ള മനുഷ്യർ, മലയാളികളാണ്, അവരെന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു മാസം മുമ്പ് വന്നിരുന്നെങ്കിൽ മിക്കവാറും ഇവിടെ വെച്ച് തന്നെ മരിച്ചു പോയാൽ. കാരണം കഴിഞ്ഞ മാസം ഇവിടുത്തെ തണുപ്പ് 9 ഡിഗ്രി ആയിരുന്നു, ഇപ്പോൾ 17 ഉണ്ടല്ലോ. അച്ഛന് ഇതുപോലും താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ കഴിഞ്ഞ മാസമാണെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും മരിച്ചു പോയേനെ അത്രേ. അപ്പോൾ അവർ പറയണത് ഇത് തണുപ്പിൻ്റെ പ്രത്യേകത കേവലം 17 ഡിഗ്രി ഉണ്ട് എന്നതല്ല, അവിടെ എന്തോ ഹിമാലയത്തിൽ തട്ടി വരുന്ന കാറ്റാന്നോ അങ്ങനെ എന്തൊക്കെ കാരണമുണ്ട്. അപ്പോൾ അസ്ഥി തുളയ്ക്കുന്ന തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. ചൂടുള്ളപ്പോൾ അതുപോലെ തന്നെ ഭീകരമായ ചൂട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തണുപ്പുള്ളൊരു നാട്ടിലേക്ക് കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ അതിന് വേണ്ട കരുതൽ നമ്മൾ നടത്തും, ഒരുക്കം നമ്മൾ നടത്തും. ഒരു 2 ദിവസത്തെ ട്രിപ്പിന് പോകുമ്പോൾ, ഒരാഴ്ച എവിടെയെങ്കിലും താമസിക്കാൻ വേണ്ടി പോകുമ്പോൾ, ഒരു ജോലിയുടെ ഭാഗമായോ ഇന്റർവ്യൂവിന്റെ ഭാഗമായോ ട്രിപ്പിന്റെ ഭാഗമായോ എവിടെയെങ്കിലും 1-2 ആഴ്ചയൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ, അതിനൊക്കെ വേണ്ടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേണ്ടത്ര ഒരുക്കം നടത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, 2 ദിവസത്തെ യാത്രയ്ക്ക് പോലും ഇത്രയും ഒരുക്കം നടത്തുന്ന നമ്മൾ, 3-4 ദിവസം എവിടെയെങ്കിലും താമസിക്കുന്നതിന് വേണ്ടി ഇത്രയും ഒരുക്കം നടത്തുന്ന നമ്മൾ, മരണത്തിനപ്പുറത്ത് നിത്യമായി നീളുന്ന ഒരു ജീവിതത്തിന് വേണ്ടി എന്ത് ഒരുക്കുക ഇന്ന് വരെ നടത്തിയിട്ടുള്ളത്? ഒരു ഒരുക്കവും ഞാൻ നടത്തിയിട്ടില്ലെങ്കിൽ എന്നോളം വലിയ വിഡ്ഢി, എന്നോളം വലിയ ബുദ്ധിയില്ലാത്തൊരു വ്യക്തി, ബുദ്ധിശൂന്യൻ വേറെ കാണുമോ? ഒരു ഒരുക്കവും നടത്തിയിട്ടില്ലെങ്കിൽ ഇത് നിത്യമായൊരു ജീവിതമാണ്. 2 ദിവസത്തേക്കല്ല, 2 ആഴ്ചത്തേക്കല്ല, 2 മാസത്തേക്കല്ല, 2 വർഷത്തേക്കല്ല, നിത്യമായി നീളുന്ന ഒരു ജീവിതം. ആ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്ത് ഒരുക്കമാണ് ഇന്ന് വരെ നടത്തിയിട്ടുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ച് നേരത്തേക്ക് നിത്യസത്യങ്ങളെ ഒന്ന് ധ്യാനിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നിത്യസത്യങ്ങളെക്കുറിച്ച് കുറച്ച് നേരം ഒന്ന് ധ്യാനിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മരണത്തിനപ്പുറമുള്ള കുറച്ച് കാര്യങ്ങൾ, നമുക്കത്ര സുപരിചിതമല്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ കേൾക്കുക മാത്രം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം മരണത്തിനപ്പുറം ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല ഇതുവരെ, പോയവർ തിരിച്ചു വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ധാരണയില്ലാത്ത, അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടിൽ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിൽ മരണത്തിനപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രധാനമായൊരു 4 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കത്തോലിക്ക സഭയുടെ ഒരു ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം മിക്കവാറും നമ്മളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ടോ? ഒരു 60-70 പേജുള്ള ചെറിയൊരു പുസ്തകമാണ്. കണ്ടിട്ടുണ്ടോ? സംക്ഷിപ്ത ക്രിസ്തീയ വേദോപദേശം എന്ന് പറഞ്ഞ ഒരു പുസ്തകം കണ്ടിട്ടുണ്ടോ? ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുമ്പോൾ ഇങ്ങനൊരു പുസ്തകം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലേ? ക്രിസ്ത്യാനികളല്ലേ ഇവിടെ ഇരിക്കുന്നത്? കിട്ടേണ്ടതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അല്ലെങ്കിൽ ക്രിസ്തീയ തത്വങ്ങൾ, അതിൻ്റെ ഒരു ചെറുപതിപ്പ് നമുക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ. അപ്പോൾ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട നമസ്കാരങ്ങൾ, പ്രാർത്ഥനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിർബന്ധമായ ഒരു ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ മുതിർന്നവരുടെ മാമോദീസയാണെങ്കിൽ മാമോദീസയ്ക്ക് ഒരുങ്ങുന്ന വ്യക്തികൾ അവരിതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചിട്ട് വേണം. ഒരു ചെറിയ എക്സാമും പരീക്ഷയൊക്കെ ആദ്യ കുർബാന സ്വീകരണത്തിന് മുമ്പ് ഉണ്ടാവുമല്ലോ, അതിനു വേണ്ടി ഒരുങ്ങാൻ വേണ്ടി കൊടുക്കുന്ന പുസ്തകമാണ്. അടിസ്ഥാന പ്രാർത്ഥനകൾ, അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അതിൽ ഇങ്ങനൊരു കാര്യം കൊടുത്തിട്ടുണ്ട്: മനുഷ്യന്റെ അന്ത്യങ്ങൾ. മനുഷ്യന്റെ അന്ത്യങ്ങൾ എത്ര ഉണ്ടെന്നറിയാവോ? മനുഷ്യന് 4 കാര്യങ്ങൾ. ഏതൊക്കെയാണ് മനുഷ്യന്റെ അന്ത്യങ്ങൾ? ഈ 4 കാര്യങ്ങൾ: 1 മരണം, 2 വിധി, 3 സ്വർഗം, 4 നരകം. ഒന്ന് പറഞ്ഞേ: മരണം, വിധി, സ്വർഗം, നരകം. ഒന്നുകൂടെ പറഞ്ഞേ: മരണം, വിധി, സ്വർഗം, നരകം. ഒരു വട്ടം കൂടെ പറഞ്ഞേ: മരണം, വിധി, സ്വർഗം, നരകം. മനുഷ്യന്റെ 4 അന്ത്യങ്ങൾ. ഈ 4 കാര്യങ്ങളെ പറ്റി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
മരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ മരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത ജീവൻ വേർപ്പെടുന്നു. ശരീരത്തിൽ നിന്ന് ജീവൻ വേർപ്പെടുന്നതിനെയാണ് നമ്മൾ പൊതുവെ മരണം എന്ന് വിളിക്കാറുള്ളത്. നമ്മുടെ നാട്ടുഭാഷയിൽ പറയാറുള്ളൊരു വാക്കാണ് കാറ്റ് പോവുക. ശരിയാണോ അത്? ആ വാക്ക് ശരിയാണോ? ശരിക്കും അത് ശരിയാണോ? കാറ്റ് പോവുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം എന്താ? പുറത്തേക്ക് വിട്ട ശ്വാസം ഇനി അകത്തോട്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കാറ്റ് പോയി എന്ന് പറഞ്ഞു, ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ വാക്ക് ശരി തന്നെയാണ്. കാറ്റ് പോവുക എന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. അപ്പോൾ ജീവൻ വേർപ്പെടുന്നതിനെ പൊതുവെ വിളിക്കുന്ന നമ്മൾ സാധാരണ പറയുക മരണമെന്ന്. എന്നാൽ കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാടിൽ അതിനപ്പുറത്ത് വേറെന്തെങ്കിലും അർത്ഥം ഈ മരണത്തിനുണ്ടോ? നമുക്ക് നോക്കാം. മതബോധന ഗ്രന്ഥം 1005 നമ്പർ 1005 ഇങ്ങനെയാണ് പറയുന്നത്: ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുന്നതാണ് മരണം. ശരീരത്തിൽ നിന്ന് നമുക്ക് ശരീരമുണ്ട്, ആത്മാവുണ്ട്. നമുക്ക് ശരീരമുണ്ട്, ആത്മാവുണ്ട്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടാണ് മരണത്തെ മതബോധന ഗ്രന്ഥം വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമത. രണ്ടാമതായി 1006 നമ്പർ, അടുത്ത നമ്പറിൽ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ മരണത്തിലുള്ള ഭാഗഭാഗിത്വമാണ് നമ്മുടെ മരണം. അതായത് യേശു മരിച്ചു, യേശുവിൻ്റെ മരണത്തിൽ നമുക്കും പങ്കാളികളാകാൻ പറ്റൂ. ആ ഭാഗഭാഗിത്വം, യേശുവിൻ്റെ മരണത്തോട് ചേരാൻ ആ ഭാഗഭാഗിത്വം നമുക്ക് സ്വീകരിക്കാൻ പറ്റും. എപ്പോ? കൃപാവരത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ അപ്പോൾ സംഭവിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മളും ഭാഗഭാഗിത്വം നേടിയെടുക്കുകയാണ്. മൂന്നാമതായിട്ട് പറയുക 1007 നമ്പറിൽ മരണത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഭൗമിക ജീവിതത്തിന്റെ അന്ത്യമാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ അന്ത്യം അവസാനിക്കുകയാണ്, അതാണ് മരണം. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മരണത്തെക്കുറിച്ച് തിരുസഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഒത്തിരി ഗഹനമായിട്ട് ചിന്തിക്കേണ്ടതില്ല, അത്യാവശ്യം മനസ്സിലാക്കാവേണ്ട കാര്യമേ ഉള്ളൂ. എന്നാലും ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്: ഈ മരണം എന്ന് പറയുന്നത് സത്യത്തിൽ അനുഗ്രഹമാണോ ശാപമാണോ? ഒന്നുകൂടെ ചോദിക്കാം. മരണം സത്യത്തിൽ അനുഗ്രഹമാണോ ശാപമാണോ? അനുഗ്രഹം എന്ന അഭിപ്രായമുള്ളവരൊന്ന് കൈ പൊക്കാവോ? മുട്ടുകൈ വളയാതെ കൈ പൊക്കണം. കൈ താഴ്ത്തം. ശാപം എന്ന അഭിപ്രായമുള്ളൊരു കൈ പൊക്കാവോ? അവർ മുട്ടുകൈ വളയാതെ കൈ പൊക്കണം. ശരിക്കും കൈ പൊക്കണം, കൈ പൊക്കി പിടിക്കി. കൈ താഴ്ത്തം. രണ്ടിലും കൈ പൊക്കാത്തവർ ഒന്ന് കൈ പൊക്കാവോ? കുറേ പേരുണ്ട്. എവിടെയെങ്കിലും നമുക്കൊരു അഭിപ്രായം ഉണ്ടായാൽ നന്നായിരിക്കും, ഒരു നിലപാടുണ്ടെങ്കിൽ നന്നായിരിക്കും. എവിടെയെങ്കിലും ഒന്ന് കൈവെക്കാവോ? ഒന്നും കൂടെ ചോദിക്കാം. മരണം ഒരു അനുഗ്രഹമാണ് എന്ന അഭിപ്രായമുള്ള ഒരു കൈവെക്കാം. കൈ താഴ്ത്താം. മരണം ഒരു ശാപമാണ് എന്ന അഭിപ്രായമുള്ള ഒരു കൈവെക്കാം. ഒരാള്. ഓക്കെ, കൈ താഴ്ത്താം. നമുക്ക് ഉത്തരം ഒന്ന് പരിശോധിക്കാം. ഉത്തരം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഉത്തരം ഇതാണ്: റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഒരു മനുഷ്യൻ മൂലം എന്ത് പ്രവേശിച്ചു? ആദ്യം ആദം. അതാണ് ഈ മനുഷ്യൻ. ആദം എന്ന മനുഷ്യൻ മൂലം ലോകത്തേക്ക് എന്ത് പ്രവേശിച്ചു? പാപം. പാപം മൂലം എന്ത് പ്രവേശിച്ചു? പാപം മൂലം എന്ത് പ്രവേശിച്ചു? മരണം. അപ്പൊ മരണം ശാപമാണ് അനുഗ്രഹമാണ്? എന്തേലും പറ. ഒരു മനുഷ്യൻ മൂലം പാപം വന്നു, പാപം മൂലം മരണം വന്നു. പാപം മൂലമാണ് മരണം വന്നത്. അപ്പൊ മരണം ശാപമാണോ അനുഗ്രഹമാണോ? വീണ്ടും ഒരെണ്ണം കൂടെ പറയാം. കത്തോലിക്ക സഭയുടെ തന്നെ മതബോധന ഗ്രന്ഥത്തിൽ തന്നെ 1008 നമ്പറിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയാണ്: പാപത്തിന്റെ വേതനമാണ് മരണം. പാപത്തിന്റെ കൂലി, പാപത്തിന്റെ ശമ്പളം, പാപത്തിന്റെ വേതനമാണ് മരണം. ഈ രണ്ട് വാക്യങ്ങളുടെ വെളിച്ചത്തിൽ, വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പറഞ്ഞേ, മരണം യഥാർത്ഥത്തിൽ ശാപമാണോ അനുഗ്രഹമാണോ? പാപത്തിന്റെ കൂലിയാണെങ്കിൽ, പാപത്തിന്റെ ശമ്പളമാണെങ്കിൽ, പാപം മൂലം രംഗപ്രവേശനം ചെയ്തതാണ് മരണമെങ്കിൽ മരണം എന്താണ്? ശാപമാണ്. ഉത്തരം കഴിഞ്ഞിട്ടില്ല, പകുതിയായിട്ടുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ മരണം എന്താണ്? ശാപമാണ്. കാരണം മരണം വന്നത് പാപത്തിന്റെ ഫലമായിട്ടാണ്. മരണം വന്നത് പാപത്തിന്റെ ഫലമായിട്ടാണ്. ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ മരണം എന്താണ്? ശാപമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും മതബോധന ഗ്രന്ഥം പറയുന്നു 1009 നമ്പറിൽ ഇങ്ങനെയാ പറയുന്നേ: യേശുവിൻ്റെ അനുസരണം മരണത്തിന്റെ ശാപത്തെ ഒരു അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തി. യേശുവിൻ്റെ മരണം അല്ലെങ്കിൽ യേശുവിൻ്റെ അനുസരണം മരണത്തിന്റെ ശാപത്തെ ഒരു അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തി. എന്ന് വെച്ചാൽ ഈശോ പൂർണ്ണമായും തൻ്റെ പിതാവിനെ അനുസരിച്ചു വിധേയപ്പെട്ടു. ആദ്യ പിതാവ് ആയ ആദാമിന്, ആദ്യ മാതാപിതാക്കളിൽ ആയ ആദത്തിന് ഹവ്വയ്ക്കും സംഭവിച്ച പ്രശ്നം എന്താ? ദൈവത്തെ അവര് അനുസരിച്ചില്ല, അനുസരണക്കേട് കാണിച്ചു.
അനുസരണക്കേട് കാണിച്ചു എന്ന് വെച്ചാൽ അതാണ് പാപം. അതിലൂടെ എന്ത് സംഭവിച്ചു? മരണ രംഗപ്രവേശനം ചെയ്തു. അനുസരണക്കേട് മൂലം മരണ രംഗപ്രവേശനം ചെയ്തു. ഇവിടെ എന്താ സംഭവിക്കണേ? ദൈവപിതാവിന്റെ ഏകജാതൻ ദൈവപുത്രൻ പൂർണ്ണമായും അനുസരിച്ചു, പൂർണ്ണമായും വിധേയപ്പെട്ടു. അതിലൂടെ എന്ത് സംഭവിച്ചു? മരണത്തിന്റെ ശാപം എന്തായി മാറി? അനുഗ്രഹമായി മാറി. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത് അത് ഒരു ശാപമാണ്, കാരണം പാപത്തിന്റെ ഫലമാണ്. പക്ഷെ യേശു മരിച്ചതിലൂടെ, യേശുവിന്റെ മരണം എന്ന് പറഞ്ഞാൽ പിതാവിനെ പൂർണ്ണമായും ഈശോ അനുസരിച്ചു, പിതാവിന് പൂർണ്ണമായും ഈശോ വിധേയപ്പെട്ടു. അപ്പസ്തോലൻ ഇതിനെക്കുറിച്ച് പറയണത് അതെ, അവൻ കുരിശുമരണത്തോളം എന്തായി തീർന്നു? കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അനുസരണത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്താണ് കുരിശുമരണത്തിലൂടെ. അപ്പൊ യേശുവിന്റെ മരണത്തിന്റെ ശാപത്തെ എന്താക്കി മാറ്റി? അനുഗ്രഹമാക്കി മാറ്റി. അതുകൊണ്ട് നമുക്ക് മരണം എന്താണ്? ക്രിസ്തുവിൽ മരിക്കുന്നവൻ, കൃപാവരത്തിൽ മരിക്കുന്നവൻ മരണത്തെ എന്തായിട്ടാണ് കാണേണ്ടത്? അനുഗ്രഹമായിട്ടാണ്. മരണം ഒരു അനുഗ്രഹമാണെങ്കിൽ അതിനെ ഭയത്തോടെ കാത്തിരിക്കണോ അതോ പ്രതീക്ഷയോടെ കാത്തിരിക്കണോ? മുഖം കണ്ടിട്ട് നല്ല പ്രതീക്ഷയുണ്ട്. മരണം ഒരു അനുഗ്രഹമാണെങ്കിൽ മരണത്തെ ഭയത്തോടെ കാത്തിരിക്കണോ പ്രതീക്ഷയോടെ കാത്തിരിക്കണോ? മരണം അനുഗ്രഹമാണെങ്കിൽ മരണത്തെ കാത്തിരിക്കേണ്ടത് പ്രതീക്ഷയോടെയാണ്. മരണത്തെ കാത്തിരിക്കേണ്ടത് പ്രതീക്ഷയോടെയാണ്. കാരണം നമുക്കിനി ഒരല്പം ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ മരണം ഒരു വാതിലാണ്. പക്ഷെ ആലങ്കാരികമായിട്ട് പറയാണ്, ഈ ഒരു വാതിൽ തുറന്ന് ഈ വാതിലിലൂടെ കടക്കാതെ നമുക്ക് നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമല്ല. ഈ വാതിലിലൂടെ കടന്നേ പറ്റൂ. മരണം എന്ന വാതിലിലൂടെ കടന്നാലേ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ധ്യാന ഹോള്, ഇതിനകത്തോട്ട് കയറാൻ അവിടെ ഒരു വാതിലുണ്ട്, ഈ സൈഡിൽ 2 വാതിലുണ്ട്, ഇവിടെ ഒരു വാതിലുണ്ട്, ഈ പുറകിലും വാതിലുണ്ട്. ഈ വാതിലുകളെല്ലാം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വാതിൽ വേണം. ഇതുപോലെ സ്വർഗം അല്ലെങ്കിൽ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ട വാതിലാണ് മരണം എന്ന് പറയുന്നത്. അപ്പൊ മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് എങ്ങനെയാണ് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഒരു മാർഗവുമില്ല. കാരണം ഇപ്പോൾ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ശക്തയുക്തം വാദിക്കുന്ന ഒരു കാര്യമാണ്, മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല. നമ്മളാരും അങ്ങോട്ട് ഇതുവരെ പോയിട്ടുമില്ല, അല്ലെങ്കിൽ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല, ശാസ്ത്രീയമായ തെളിവുകളില്ല. അതുകൊണ്ട് മരണത്തിനപ്പുറം ജീവിതമില്ലെന്ന് നിരീശ്വരവാദികളും യുക്തിവാദികളും വാദിക്കും. നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ശരിയാണ്. പോയവരാരും തിരിച്ചു വരാത്തത് കൊണ്ട്, നമുക്ക് തെളിവുകളില്ലാത്തത് കൊണ്ട് മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ? അത് വിശ്വസിക്കാനേ പറ്റൂ, തെളിയിക്കാൻ പറ്റില്ല, വിശ്വസിക്കാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കൊച്ചു കഥ പറയാം. ഈ ലോജിക്കും യുക്തിയും പലപ്പോഴും നമുക്ക് ശരിയാകാതെ വരുന്ന സന്ദർഭം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കുഞ്ഞു കഥയാണ്, സങ്കല്പ കഥയാണ്, നടന്ന കാര്യമൊന്നുമില്ല, സങ്കല്പ കഥ. രണ്ട് കുഞ്ഞുങ്ങൾ ട്വിൻ ബ്രദേഴ്സ്, ഇരട്ട കുഞ്ഞുങ്ങളാണ്. അവര് അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. ഈ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ് കഥയുടെ വിഷയം. കുഞ്ഞുങ്ങൾ തമ്മിലുള്ള സംഭാഷണം എങ്ങനെയാണ്? ഒന്നാമത്തെ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞിനോട് പറയാണ്. കുഞ്ഞുങ്ങൾ എവിടെയാന്ന് പറഞ്ഞേ? അമ്മയുടെ ഗർഭപാത്രത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞിനോട് പറയാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു ലോകത്തേക്ക് പ്രവേശിക്കും. അന്നേരം നമുക്ക് അമ്മയെ കാണാം, അപ്പനെ കാണാം, നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളെ കാണാം, നമുക്ക് ഈ ലോകം കാണാം, അല്ലെങ്കിൽ പുതിയൊരു ലോകം കാണാം, ചിത്രശലഭങ്ങളെ കാണാം. ഇങ്ങനെ പുതിയൊരു ലോകത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രത്യാശ, പ്രതീക്ഷ, സ്വപ്നം ഇങ്ങനെ ഒന്നാമത്തെ കുഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഥയായിട്ട് എടുക്കാവൂ, സംഭവമല്ല, കഥയാണ്. അപ്പോൾ കുഞ്ഞിങ്ങനെ പ്രത്യാശയോടെ, അല്ലെങ്കിൽ കുഞ്ഞ് തൻ്റെ സ്വപ്നങ്ങൾ പറയാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ പുതിയൊരു ലോകത്തേക്ക് പോകും, ആ ലോകത്ത് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ കാണാം. അന്നേരം ഈ രണ്ടാമത്തെ കുഞ്ഞ് ഇവനെ കളിയാക്കി പരിഹസിച്ച് ചോദിക്കുകയാണ്, എടാ പൊട്ട, നിന്നോട് ആരാ പറഞ്ഞ അങ്ങനെ ഒരു ലോകമുണ്ടെന്ന്? നീ എപ്പോഴെങ്കിലും ആ ലോകത്ത് പോയിട്ടുണ്ടോ? ഇല്ല. അവിടെ പോയ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഇല്ല. അതുകൊണ്ട് നീ ഈ മണ്ടത്തരം വിശ്വസിച്ചുകൊണ്ടിരിക്കുക, പുതിയൊരു ലോകം ഉണ്ടെന്ന്. ഇനി പറ, ലോജിക്ക് വെച്ച് നോക്കിയ, യുക്തി വെച്ച് നോക്കിയ, ആദ്യത്തെ കുഞ്ഞിൻ്റെയാണോ രണ്ടാമത്തെ കുഞ്ഞിൻ്റെയാണോ ആർഗ്യുമെന്റ് ശരിയാവുക? യുക്തി വെച്ച് നോക്കിയ ആരുടെ ആർഗ്യുമെന്റാ കറക്റ്റ്? രണ്ടാമത്തെ കുഞ്ഞിൻ്റെ. പക്ഷെ യാഥാർത്ഥ്യം എന്താ? ആദ്യത്തെ കുഞ്ഞിൻ്റെ വിശ്വാസമാണ് സത്യം. കാരണം എന്താ? പുതിയൊരു ലോകത്തേക്ക് 9 മാസം ആ കുഞ്ഞ് ഗർഭപാത്രം എന്ന കൊച്ചു ലോകത്ത്, അതിനൊരു ലോകമായിട്ട് കാണുകയാണെങ്കിൽ ഗർഭപാത്രം എന്ന കൊച്ചു ലോകത്ത് 9 മാസം എന്ന കൊച്ചു കാലയളവ് ജീവിച്ചു. അതിനുശേഷം ഒരു പുതിയൊരു ലോകത്തേക്ക് ജനിക്കുകയാണ്.
ഈ പുതിയ ലോകം, അതായത് ഈ ഭൂമി, ഈ പ്രപഞ്ചം, ഈ ഭൂമിയിൽ 60, 80, 100 വർഷം ജീവിക്കുന്നു. അതിനുശേഷം ഇതാ ഈ ലോകമാകുന്ന ഗർഭപാത്രത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു. പോയവരാരും തിരിച്ചു വന്നിട്ടില്ല, പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് യുക്തി വെച്ച് ചിന്തിച്ചാൽ അങ്ങനെ ഒരു ലോകമോ, ഈ ജീവിതത്തിനപ്പുറം, മരണത്തിനപ്പുറം ഒരു ജീവിതമോ, യുക്തി, തെളിവ് ഇതൊക്കെ വെച്ച് ചിന്തിച്ചാൽ ഉണ്ടാകണമെന്നില്ല. എന്നാൽ അത് വിശ്വാസമാണ്, അത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ഇങ്ങനെ ചിന്തിക്കാം, ഗർഭപാത്രമാകുന്ന കുഞ്ഞു ലോകത്ത് 9 മാസ കാലയളവ് എന്ന കൊച്ചു കാലയളവിൽ ജീവിച്ച് പിന്നീട് ഭൂമിയാകുന്ന ഈ ഭൂമിയിലേക്ക്, പുതിയ ലോകത്തേക്ക് കുറേ അധികം നാളുകൾ, 60, 80, 100 വർഷം എന്ന ഒരു കുറേ അധികം നാളുകൾ ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും വന്നു. ഇനി ഈ ലോകത്ത് നിന്ന് അടുത്തൊരു ലോകത്തേക്ക് യാത്രയാകും. അത് നിത്യമായി നീളുന്നൊരു ജീവിതമാണ്. അത് നിത്യമായി നീളുന്ന സ്വർഗം എന്ന നിത്യകാലത്തേക്കുള്ള ഒരു ജീവിതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ നമുക്ക് നമ്മുടെ എല്ലാ ലോജിക്കിനും യുക്തിക്കും അപ്പുറത്ത് മരണത്തിനപ്പുറമുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ. വിശുദ്ധ ഡൊമിനിക് സാവിയോ എന്ന വിശുദ്ധൻ കുഞ്ഞു പ്രായത്തിൽ മരിച്ചുപോയ, ചെറിയ പ്രായത്തിൽ മരിച്ചുപോയ ഒരു ബാലനായിരിക്കും, മരിച്ചുപോയ ആളാണ്. അപ്പോൾ ഇദ്ദേഹം താമസിച്ചിരുന്നത് ഓറട്ടറി എന്ന് പറഞ്ഞാൽ ബോയ്സ് ഹോം എന്നൊക്കെ പറയാം. അന്ന് വിശുദ്ധ ഡോൺ ബോസ്കോ പുണ്യവാളൻ അദ്ദേഹമായിരുന്നു ആ ഡോറട്ടറിയുടെ നടത്തിപ്പുകാരൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ അന്ന് ആ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർ താമസിച്ചിരുന്ന ഓറട്ടറിയിൽ വൈകിട്ട് ഇവരുടെ കുറച്ച് നേരം ഇവർക്ക് ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഫുട്ബോളോ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ സമയമുണ്ട്, അവസരമുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇവർ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്നേരം ഈ കുട്ടികളുടെ അടുത്തേക്ക് ഡോൺ ബോസ്കോ വന്നപ്പോൾ എല്ലാവരും പെട്ടെന്ന് കളി നിർത്തി വേഗം വിശുദ്ധ ഡോൺ ബോസ്കോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. അപ്പോൾ ഡോൺ ബോസ്കോ മക്കളോട് ചോദിക്കുകയാണ്, മക്കളെ, അതെ, അച്ഛനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ലോകം അവസാനിക്കും. എന്ന് വിചാരിക്കുക. 1 മണിക്കൂറിനുള്ളിൽ ലോകം അവസാനിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഇപ്പം ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഓരോരുത്തരും ഓരോ ഉത്തരം പറഞ്ഞു. ഒരാൾ പറഞ്ഞാൽ ഓടി വീട്ടിൽ പോകും, അമ്മയുടെ കൂടെ അപ്പൻ്റെ കൂടെ ഇരിക്കും. വേറൊരുത്തർ പറഞ്ഞാൽ ഓടി പള്ളിയിൽ പോകും, കുറേ നേരം ആ സമയം വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. വേറൊരുത്തം പറഞ്ഞാൽ ഓടിപ്പോയി കുമ്പസാരിക്കും, പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് മരണത്തിനായിട്ട് ഒരുങ്ങും. ഡൊമിനിക് സാവിയോ പറഞ്ഞത് തികച്ചും വ്യത്യസ്തമായൊരു ഉത്തരവാണ്. എന്താണ് ഡൊമിനിക് സാവിയോ പറഞ്ഞ ഉത്തരം? ഞാൻ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്നങ്ങനെ പറയാൻ കാരണം, ഊണിലും ഉറക്കത്തിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും സദാസമയവും കർത്താവിനോടൊപ്പം ജീവിക്കുന്ന, എപ്പോൾ കർത്താവ് വന്ന് വിളിച്ചാലും ഒരുക്കത്തോടെ ആയിരിക്കുന്ന, നേരെ സ്വർഗത്തിൽ പോകാൻ സ്വർഗത്തെക്കുറിച്ച് നിതാന്ത ചിന്തയിലും ജാഗ്രതയിലുമായിരിക്കുന്ന ഒരു ആത്മാവിന് ആ പ്രവൃത്തി, അതായത് 5 തൊട്ട് 6 വരെ, ആ വൈകുന്നേരം ആ ഒരു മണിക്കൂർ കളിക്കാനുള്ള സമയമാണ്. ആ സമയത്തും ദൈവിക ചിന്തയോടെ തന്നെയാണ് ഈ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഈ കളിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൊമിനിക് സാവിയോയ്ക്ക് യാതൊരു ആകുലതയില്ല, ഭയമില്ല. എപ്പോൾ ലോകം അവസാനിക്കും, എപ്പോൾ മരണം കയറി വരും, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഭയമില്ല, ആകുലതയില്ല. പ്രതീക്ഷയോടും പ്രത്യാശയോടും ഏത് നിമിഷം ഈശോ വന്നാലും പോകാൻ തയ്യാറായി കാത്തിരിക്കുന്ന ഒരു ആത്മാവിന് ഒരിക്കലും ഭയപ്പെടേണ്ട ഒന്നല്ല മരണം. അപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരാൾക്ക് മരണം ഒരിക്കലും ഭയപ്പെടേണ്ട ഒന്നല്ല. ഉദാഹരണത്തിന്, പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുകയാണ്. ഭയത്തോടെയാണോ കാത്തിരിക്കുന്നത്, പ്രത്യാശയോടെയാണോ കാത്തിരിക്കുന്നത്? ഭയത്തോടെ. എന്താ കാരണം? മര്യാദയ്ക്ക് എഴുതാത്തതുകൊണ്ട്. റാങ്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലോ ഭയത്തോടെയാണോ കാത്തിരിക്കുക, പ്രത്യാശയോടെയാണോ കാത്തിരിക്കുക? പ്രത്യാശയോടെ. എന്താ കാരണം? റാങ്ക് കിട്ടുന്ന ഉറപ്പാണ്. ഇത് സബ്ജക്റ്റീവാണ്, ഇത് വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരേപോലെയല്ല. ഇപ്പം നല്ലപോലെ പഠിക്കുന്നു, സ്ഥിരമായിട്ട് എപ്പോഴും ക്ലാസ്സിൽ ടോപ്പാകുന്നു, നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതി, പരീക്ഷയുടെ റിസൾട്ട് വന്നാൽ തനിക്ക് ഉറപ്പായും റാങ്ക് കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അനുബന്ധമായി ലഭിക്കുന്ന അഭിനന്ദനങ്ങൾ, എല്ലാ കാര്യങ്ങളും അറിയാം, സമ്മാനങ്ങളും ഒക്കെ അറിയാം. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പാണ്. നേരെ മറിച്ച് ശരിക്കും പഠിച്ചിട്ടില്ല, ശരിക്കും പരീക്ഷ എഴുതിയിട്ടില്ല, തോക്കുന്ന ഏകദേശം ഉറപ്പാണെങ്കിലോ ഭയത്തോടെ കാത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ മരണത്തെ ഭയത്തോടെ കാത്തിരിക്കണോ പ്രതീക്ഷയോടെ കാത്തിരിക്കണോ എന്നുള്ളത് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തിപരമായ നമ്മുടെ ഒരുക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നല്ല ഒരുക്കത്തിലാണെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കും. എപ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, കൊതിയോടെ, ആഗ്രഹത്തോടെ കാത്തിരിക്കാം. പൗലോസ്ലീഹ പറയുന്നു, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-23 വാക്യം, അതിങ്ങനെയാണ്. ഫിലിപ്പി 1:23. എൻ്റെ ആഗ്രഹം, പൗലോസ്ലീഹ ഒരു ആഗ്രഹം പറയാണ്. എൻ്റെ ആഗ്രഹം. എന്താണ് പൗലോസ്ലീഹയുടെ ആഗ്രഹം? ഈ വാക്യത്തിൽ പറയുന്ന പൗലോസ്ലീഹയുടെ ആഗ്രഹം ഇതാണ്: എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ്. പൗലോസ്ലീഹയുടെ വലിയൊരു ആഗ്രഹമാണ്. പൗലോസ്ലീഹ പറയാണ്, എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതാണ്. ഇനി അമ്മത്രേസ്യ, ആവിലൽ അമ്മത്രേസ്യ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: എനിക്ക് അങ്ങയെ കാണണം. ഈശോയോട് പറയണം, ഈശോ എനിക്ക് അങ്ങയെ കാണണം, അതിനായി ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോ എനിക്ക് അങ്ങയെ കാണണം, അതിനായി ഞാൻ മരിക്കാൻ
ആഗ്രഹിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് കൊതിയാവണുണ്ടോ? ഓടിപ്പോയി ആത്മഹത്യയൊന്നും ചെയ്തേക്കരുത്. അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരുക്കമുള്ളൊരു ജീവിതം എപ്പോ വന്ന് കർത്താവ് വിളിച്ചാലും ഒരുക്കമുള്ള ജീവിതം. ഒരുക്കം ഉള്ള ജീവിതം അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടണം മരണത്തെ. നമ്മൾ മരണത്തെ ഭയപ്പെടണം. ഒരുക്കത്തിലല്ലെങ്കിൽ ഭയപ്പെടണം. ഒരുക്കത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടണം. നമ്മൾ ഒപ്പീസ് ചൊല്ലുമ്പോൾ, വലിയ ഒപ്പീസ് ചെറിയ ഒപ്പീസ് രണ്ടെണ്ണം ഉണ്ടെന്ന് അറിയാലോ. ഇതിൽ വലിയ ഒപ്പീസ് ചൊല്ലുമ്പോൾ അതിൽ മനോഹരമായി നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, മങ്ങിയൊരന്തി വെളിച്ചത്തിൽ. അങ്ങനെ പാട്ടില്ലേ? ഒന്ന് പാടിയാലോ, ഒരുമിച്ച് പാടിയാലോ? അർത്ഥം മനസ്സിലാക്കി പാടണേ, അർത്ഥം മനസ്സിലാക്കി പാടണേ. ഒന്ന് പാടി നോക്കിയേ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. പിന്നെ അടുത്തത് എന്താണ്? കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. ഈ ആത്മാവ് എൻ്റെ പ്രതികരണം എന്തായിരുന്നു? മാലാഖ മരണദൂതുമായി വന്നപ്പോഴുള്ള പ്രതികരണം എന്തായിരുന്നു? കേട്ട് നടുങ്ങി മനമിളകി പേടി വളർന്നു സ്വരമിടറി കണ്ണീരോടെ വിറയലോടെ ഭയത്തോടെ ആകുലതയോടെ ദൂതിനോട് പറയാണ്, ഒരു സെക്കൻഡ് തരാവോ? ഒരു സെക്കൻഡ്, ഒരു നിമിഷം ഞാൻ ഒന്ന് ഒരുങ്ങട്ടെ, ഒന്ന് കുമ്പസാരിക്കട്ടെ, ഒന്ന് പാപ ഏറ്റു പറയട്ടെ, ഒന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കും, ഒരു നിമിഷം എനിക്കൊന്ന് ഒരുങ്ങാൻ തരാവോ? ദൂതൻ വളരെ കരുണയുള്ളവനായതുകൊണ്ട് ശരി പോയി ഒരു 5 മിനിറ്റ് ഒരുങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞു കാണും അല്ലേ? അല്ല, ദൂതൻ എന്താ പറഞ്ഞേ? അടുത്ത പഠിക്കോ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃതയുടെ പിടിയിൽ അമർന്നു ഞാൻ, നാഥാ നീ താൻ അവലംബം. എന്നാ ദൂതനല്ലേ? ഒരു കരുണയില്ലാത്ത ദൂതൻ, ഒരു സ്നേഹമില്ലാത്തൊരു ദൂതൻ. ഒരു 2 മിനിറ്റ് തന്നെങ്കിൽ ഒന്ന് കുമ്പസാരിച്ചിട്ട് വരായിരുന്നു. പക്ഷെ ദൂതൻ സമയം തന്നില്ല എന്നാ പറയണേ. ദൂതന് കരുണയില്ലാഞ്ഞിട്ടല്ല, മരണ നിമിഷം കർത്താവ് തീരുമാനിച്ച നിമിഷം മരണം വരുമ്പോൾ അതിന് ശേഷം പിന്നെ ഒരു സെക്കൻഡ് നമുക്ക് കിട്ടില്ല. കർത്താവ് നിശ്ചയിച്ച നിമിഷത്തിൽ മരണം വരുമ്പോൾ നമ്മൾ ഒരുക്കത്തിലായിരിക്കുക എന്നുള്ളതാണ്. കർത്താവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന ഒരു ജീവിതം, പ്രാർത്ഥനാ ജീവിതം, കൗദാശിക ജീവിതം, അല്ലെങ്കിൽ വചനബദ്ധമായ ജീവിതം, അല്ലെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആഗ്രഹം, പരിശ്രമം, അതിനുവേണ്ടി കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നൊരു ജീവിതം, പാപരഹിത ജീവിതം, നിരന്തരമായി നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരുക്കത്തോടുകൂടെ ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പേടിക്കേണ്ടതില്ല. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നേരെ മറിച്ച് ഒരുക്കത്തിലല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടണം. നരകത്തിൽ പോകാൻ എത്ര പാപം വേണം? ഇത് അറിഞ്ഞിട്ട് വേണമല്ലേ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ. നരകത്തിൽ പോകാനേ എത്ര പാപം വേണം എന്നറിയാവോ? ഒരു 100 പാപം ചെയ്താലാണോ നരകത്തിൽ പോവുക? 1000 പാപം ചെയ്താലാണോ നരകത്തിൽ പോവുക? എത്ര എണ്ണം ചെയ്താലാണ് നരകത്തിൽ പോകാൻ പറ്റുക? നമ്മളിൽ ഒരു മാരകപാപം ഉണ്ടെങ്കിൽ, മരിക്കുന്ന സമയത്ത് ഒരു മാരകപാപം ഉണ്ടെങ്കിൽ പോലും നമ്മൾ നരകശിക്ഷയ്ക്ക് അർഹരാണ്. ഒരെണ്ണം മതി. മാരകപാപമാണെങ്കിൽ ഒരു മാരകപാപം മാത്രം മതി ഒരു വ്യക്തി നരകശിക്ഷയ്ക്ക് അർഹനാകാൻ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, എപ്പോഴും നമ്മളൊരു അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ, അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നൊരു ജീവിതം, ഒരു സുവിശേഷബദ്ധമായൊരു ജീവിതം, പ്രാർത്ഥനാ ജീവിതം, കൗദാശിക ജീവിതം നിരന്തരം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണത്തെ ശരിക്കും ഭയപ്പെടണം. മരണത്തെ അല്ല ഭയപ്പെടേണ്ടത്, പാപത്തെ ഭയപ്പെടണം. പാപരഹിത ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും തമ്പുരാനെ ആശ്രയിക്കുകയും അനുദിന വിശുദ്ധ കുർബാന, കൂടെയുള്ള കുമ്പസാരം, വചനവായന, പിന്നെ പരിശുദ്ധ അമ്മയുടെ സഹായം തേടി, വിശുദ്ധരുടെ സഹായം തേടിയൊക്കെയുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അവർ സഹായിക്കും. അങ്ങനെ പാപത്തിൽ മരിക്കാൻ ദൈവം അനുവദിക്കില്ല. നമ്മൾ ജീവിതകാലത്ത് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണെങ്കിൽ പാപത്തിൽ മരിക്കാൻ ദൈവം അനുവദിക്കില്ല. ദൈവം അവസരം ഒരുക്കും നമ്മളെ. കാരണം നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കണേക്കാളും കൂടുതൽ നമ്മളെ രക്ഷിക്കാൻ ആർക്കും ആഗ്രഹമുണ്ട്? ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കർത്താവ് എപ്പോഴും അവസരം തന്നുകൊണ്ടിരിക്കും. രക്ഷപ്പെടാൻ വേണ്ട എല്ലാ അവസരം നിത്യമായിട്ട് എപ്പോഴും എല്ലാ കാലത്തും ഇത് ഉപേക്ഷിച്ച് വേണ്ടാന്ന് വെച്ച് മുന്നോട്ട് പോകുമ്പോഴാണ്, കർത്താവിന് പോലും രക്ഷിക്കാൻ പറ്റാത്ത അകലത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോഴാണ് സങ്കടത്തോടെ കർത്താവിനെ നോക്കി നിൽക്കേണ്ടി വരിക. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ്റെ അന്ത്യങ്ങളിൽ ആദ്യത്തേത് പറഞ്ഞു. ആദ്യത്തെ എന്താണ്? മരണം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പലർക്കും അറ്റാക്കിൻ്റെ വക്കീലപ്പോൾ വന്ന് നിൽക്കണേ. ഇനി അടുത്തത് പറഞ്ഞ പ്രശ്നമാവോ? ഇല്ല, കുഴപ്പമില്ല. നമ്മൾ നല്ല ഒരുക്കത്തിലൊക്കെ ഉള്ളവരായതുകൊണ്ട് പ്രശ്നമില്ല. ഇനി അടുത്തത് ഏതാണ്? മനുഷ്യൻ്റെ അന്ത്യങ്ങളിൽ രണ്ടാമത്തേത് വിധി. എന്താണ് വിധി? വിധി എന്ന് പറയുന്നത് മരണശേഷം തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നതിന് മുന്നോടിയായി നടക്കുന്നതാണ് വിധി. മരണശേഷം തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നതിന്
മുന്നോടിയായി നടക്കുന്നതാണ് വിധി. ഇനി വിധിയെക്കുറിച്ച് പറയുമ്പോൾ എത്ര വിധിയുണ്ട്? 2 എണ്ണമുണ്ട്. മരണശേഷം നമുക്കുള്ള വിധി 2 എണ്ണമുണ്ട്. ആദ്യത്തേതിൻ്റെ പേരെന്താണ്? തനത് വിധി. രണ്ടാമത്തേതിൻ്റെ പേരെന്താണ്? പൊതുവിധി അല്ലെങ്കിൽ അന്ത്യവിധി. പൊതുവിധി അല്ലെങ്കിൽ അന്ത്യവിധി, രണ്ടും ഒന്ന് തന്നെ. ഒന്നുകിൽ പൊതുവിധി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അന്ത്യവിധി എന്ന് വിളിക്കാം. 2 പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് 2ആയിട്ട് പറയാം. ഒന്ന് തനത് വിധി, 2 പൊതുവിധി. എന്താണ് തനത് വിധി, എന്താണ് പൊതുവിധി, എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കാം. തനത് വിധി എന്ന് പറഞ്ഞാൽ മരിച്ച നിമിഷം തന്നെ സംഭവിക്കുന്നതാണ് തനത് വിധി. മരിച്ച അതേ സെക്കൻഡിൽ സംഭവിക്കും. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആത്മാവ് വേർപ്പെടുന്നു. ഈ ആത്മാവ് കർത്താവിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. കർത്താവ് എൻ്റെ ആത്മാവിനെ കാണും പോലെ ഞാൻ എൻ്റെ ആത്മാവിനെ കാണും. കർത്താവിൻ്റെ ആത്മാവിനെ കാണും പോലെ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കാഴ്ച അത് പൂർണ്ണമായ കാഴ്ചയാണ്. എൻ്റെ ആത്മാവിൽ എന്തൊക്കെ കുറവുണ്ട്, പോരായ്മയുണ്ട്, എൻ്റെ ആത്മാവിൽ എന്തുമാത്രം വെണ്മയുണ്ട്, ദൈവ സ്വർഗത്തിന് എന്തുമാത്രം അർഹതയുണ്ട്, അല്ലെങ്കിൽ നരകത്തിന് അർഹതയാണോ, ഇത് കൃത്യമായും വ്യക്തമായും കർത്താവിന് കാണും പോലെ, കർത്താവ് മനസ്സിലാക്കും പോലെ തന്നെ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് നമ്മുടെ ആത്മാവിനെ കാണാം. അർഹതയുള്ളത് എന്തോ ആ നിമിഷം തന്നെ സ്വീകരിക്കാം. ആ നിമിഷം, മരിച്ച നിമിഷം തന്നെ സ്വീകരിക്കാം. ആ നിമിഷം തന്നെ. അർഹതയുള്ളത് സ്വർഗമാണെങ്കിൽ നേരെ സ്വർഗത്തിൽ പോകാം. അർഹതയുള്ളത് നരകമാണെങ്കിൽ നേരെ പറയാൻ എന്താ വിഷമം, പറഞ്ഞോളൂ. നേരെ നരകത്തിൽ പോകേണ്ടി വരും. അർഹതയുള്ള നരകമാണ്. നരകത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, നേരെ പോകാം. സ്വർഗത്തിൻ്റെ കാര്യത്തിൽ 2 കാര്യങ്ങളുണ്ട്. അതായത് ഒന്നുകിൽ നേരെ സ്വർഗത്തിൽ പൂർണ്ണമായി പാപവും കടങ്ങളും എല്ലാം മോചിക്കപ്പെട്ട, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ട വിശുദ്ധി അതിൽ പൂർണ്ണത എത്തിയ ആത്മാവാണെങ്കിൽ മരിച്ച നിമിഷം തന്നെ സ്വർഗത്തിൽ പോകാം. നേരെ മറിച്ച് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി മുഴുവനും ആയിട്ടില്ലെങ്കിൽ, പാപങ്ങൾ മോചിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ കടങ്ങളുടെ പൂർത്തി എല്ലാം ആയിട്ടില്ല, അല്ലെങ്കിൽ ആ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട വിശുദ്ധി പൂർണ്ണമായിട്ടില്ല, അങ്ങനെയാണെങ്കിൽ വ്യക്തി എവിടെ പോകേണ്ടി വരും? ശുദ്ധീകരണ അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. ശുദ്ധീകരണം കഴിയുമ്പോഴാണ്, ശുദ്ധീകരണം പൂർത്തിയാകുമ്പോഴാണ് സ്വർഗത്തിൽ പോകാൻ പറ്റുക. അപ്പം തനത് വിധി എന്ന് പറഞ്ഞാൽ മരിച്ച നിമിഷം തന്നെ സംഭവിക്കുന്നതാണ് തനത് വിധി. മരിച്ച നിമിഷം തന്നെ ഈശോയുടെ മുൻപിൽ നിൽക്കുന്നു. ഈശോ കാണും പോലെ ഞാൻ എൻ്റെ ആത്മാവിനെ കാണുന്നു. ഇപ്പം നമ്മൾ ഏതെല്ലാം രീതിയിൽ പരിശ്രമിച്ചാലും ആത്മപരിശോധന ചെയ്താലും പൂർണ്ണമായി നമ്മുടെ ആത്മാവിനെ മനസ്സിലാക്കാൻ എളുപ്പമല്ല. നമ്മൾ മാനുഷിക പരിമിതികളുണ്ട്. ഇപ്പോൾ നമ്മൾ കുമ്പസാരത്തിന് പോകുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? ആത്മാവിനെ പരിശോധിക്കും, അല്ലേ? ആത്മപരിശോധന ചെയ്യും. ആത്മാവിനെ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമാണ് 10 കൽപ്പനകളുടെ വെളിച്ചത്തിൽ, തിരുസഭയുടെ കൽപ്പനകളുടെ വെളിച്ചത്തിൽ, മൂലപാപങ്ങളുടെ വെളിച്ചത്തിൽ, പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളുടെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പാപങ്ങൾ, ഇങ്ങനെ പല കാറ്റഗറി ആയിട്ടൊക്കെ തിരിച്ച് ഈ പാപങ്ങൾ ഏതെങ്കിലും അതിന് ചെറുതോ വലുതോ ആയ അളവിൽ എൻ്റെ ഉള്ളിലുണ്ടോ, ആത്മാവിലുണ്ടോ, കറയുണ്ടോ, ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് കണ്ടെത്തിയതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നു. ഇപ്പോൾ കുമ്പസാരത്തിന് മുമ്പാണ് സാധാരണ നമ്മൾ ആത്മപരിശോധന നടത്താറുള്ളത്. ഇത് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പോ, ഇപ്പം ഞങ്ങൾക്ക് സന്യാസ സമർപ്പിത അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതമൊക്കെ ഉള്ളവർക്ക് ഉച്ചയ്ക്ക് ഒരു 7 മിനിറ്റ് സമയം, ഒരു 12:20 മുതൽ ഒരു 12:30 വരെയുള്ള, അല്ലെങ്കിൽ 7-8 മിനിറ്റ് സമയം ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ്. ആത്മപരിശോധന ഉച്ചവരെയുള്ള കാര്യം. രാത്രി ഇതുപോലെ തന്നെ പ്രാർത്ഥന, ഇല്ല പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ തന്നെ കുറച്ച് നേരം ആത്മപരിശോധനയുടെ സമയമുണ്ട്. ആത്മാവിനെ പരിശോധിക്കുകയാണ്. കുറവുകൾ എന്താ, പോരായ്മകൾ എന്താ, ദൈവിക വിശുദ്ധിയോട് പരിശുദ്ധിയോട് ചേർന്ന് പോകാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. കണ്ടെത്തിയത് ഈശോയോട് മാപ്പി ചോദിക്കുന്നു. പ്രത്യേകിച്ച് മാരകഭാവമൊക്കെ ആണെങ്കിൽ എത്രയും വേഗം പോയി കുമ്പസാരിക്കാവും, അത്രയും വേഗം പോയി കുമ്പസാരിച്ച് ആത്മാവിനെ ക്ലിയർ ആക്കാന്നുള്ളതാണ്. ഇപ്പോൾ അറിയിപ്പും അത് തന്നെ വന്നിരിക്കണേ. കുമ്പസാരിക്കാനുള്ളവർ പുറത്തേക്ക് ചെല്ലുക. കുമ്പസാരം ആരെങ്കിലും ഇനി ഇപ്പോൾ കുമ്പസാരിക്കാൻ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛന്മാർ കുമ്പസാരിക്കാൻ അവിടെ ഉണ്ട്. ഇപ്പോൾ കുമ്പസാരിക്കാനായിട്ട് ചെല്ലുക. അപ്പോൾ പ്രിയപ്പെട്ടവർ, അപ്പോൾ നമ്മൾ നമ്മുടെ ആത്മാവിനെ എത്രമാത്രം കണ്ടെത്താനും മനസ്സിലാക്കാനും ശ്രമിച്ചാലും നമുക്ക് മാനുഷിക പരിമിതികളുണ്ട്. എന്നാൽ മരണശേഷം വിധിയുടെ സമയത്ത് ഈശോ കാണും പോലെ എൻ്റെ ആത്മാവിൽ ഏറ്റവും ചെറിയ പോരായ്മകൾ പോലും, ഏറ്റവും ചെറിയ കുറവുകൾ പോലും എനിക്ക് വ്യക്തമാകുന്ന സമയമാണ് ഈ തനത് വിധിയുടെ സമയം. അപ്പം അർഹതയുള്ളത് നമുക്ക് തന്നെ ബോധ്യപ്പെട്ടു. എനിക്ക് അർഹതയുള്ളത് സ്വർഗമാണെങ്കിൽ ഒന്നുകിൽ നേരെ സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക്, നരകമാണെങ്കിൽ നേരെ നരകത്തിലേക്ക്. അപ്പം ഇത് നടക്കുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തനത് വിധി എന്ന് പറയുക. ഇനി തനത് വിധിയെക്കുറിച്ച് മതബോധന ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. 1021 നമ്പർ, CCC 1021 നമ്പറിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ വ്യക്തിയും തൻ്റെ മരണം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ പ്രവർത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുന്നു. മരണം കഴിഞ്ഞ ഉടനെ തന്നെ, കാലതാമസമൊന്നുമില്ല. മരണം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ വിശ്വാസത്തിനനുസരിച്ച്, പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം സ്വീകരിക്കുന്നു. ഇനി അടുത്തതായി 1022 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: മരണനിമിഷത്തിൽ തന്നെ അമർത്യമായ ആത്മാവിൽ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. വ്യക്തി മരണനിമിഷത്തിൽ തന്നെ, അതിന് പിന്നെ കാത്തിരിക്കൊന്നും വേണ്ട, മരിച്ച നിമിഷം തന്നെ ആത്മാവിൽ വ്യക്തി ശാശ്വത പ്രതിഫലം, ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു, ഈ ആത്മാവ് ശാശ്വത പ്രതിഫലം ആ നിമിഷം തന്നെ സ്വീകരിക്കുകയാണ്. വീണ്ടും
നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ സ്വർഗത്തിൽ പോകുന്നു. ഇനി അതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തെ സാധ്യത നേരിട്ട് ശാശ്വതമായ ശിക്ഷയിലേക്ക്, നിത്യനരകത്തിലേക്ക് പോകുന്നു. ഇതാണ് തനത് വിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ തനത് വിധിയെക്കുറിച്ച്, അതായത് മരിച്ച നിമിഷം തന്നെ നമുക്ക് ഈ നിത്യതയിലേക്കുള്ള യാത്ര ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഉപമ കർത്താവ് പറഞ്ഞതായി ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏത് ഉപമയാ? ധനവാന്റെയും ലാസറിന്റെയും ഉപമ. മരിച്ച് ലാസർ നേരെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടു, നമ്മുടെ ധനവാൻ നേരെ എവിടേക്ക് സംഭവിക്കപ്പെട്ടു? എവിടേക്ക് പതിക്കേണ്ടി വന്നു? നരകത്തിലേക്ക് അദ്ദേഹം പോവാണ്. അപ്പോൾ അത് തനത് വിധിയെക്കുറിച്ച് നമുക്ക്, അല്ലെങ്കിൽ മരിച്ച ഉടനെ തന്നെ ആത്മാവിൽ പ്രതിഫലം സ്വീകരിക്കും എന്ന് വ്യക്തമാകുന്ന ഒരു ഉപമയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഉപമയല്ല ഇത് സംഭവമാണ്. യേശുവിൻ്റെ വലതുവശത്തെ കള്ളൻ, അല്ലെങ്കിൽ നല്ല കള്ളൻ എന്ന് നമ്മൾ വിളിക്കുന്ന കള്ളൻ, അദ്ദേഹത്തോട് ഈശോ പറയണത് എന്താണ്? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. യുഗാന്ത്യത്തിൽ എന്നല്ല പറയണത്, നീ ഇന്ന് എന്നോടുകൂടെ. അപ്പം മരിച്ച നിമിഷം തന്നെ ശാശ്വത പ്രതിഫലം ആത്മാവിൽ സ്വീകരിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തനത് വിധി. തനത് വിധി മരിച്ച നിമിഷം തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: എന്താണ് പൊതുവിധി അല്ലെങ്കിൽ അന്ത്യവിധി? എന്താ സംഭവം? പൊതുവിധി അല്ലെങ്കിൽ അതെന്നാ നടക്കുക? അത് വിധി തന്നെ. അതെന്നാ നടക്കുക? എപ്പോഴാണ് നടക്കുക? ലോകാവസാന നാളിൽ നടക്കുന്ന വിധിയാണ് പൊതുവിധി അഥവാ അന്ത്യവിധി. കർത്താവിൻ്റെ രണ്ടാം വരവിൽ, ലോകാവസാന നാളിൽ, അതായത് കർത്താവിൻ്റെ രണ്ടാം വരവ്, അതോടുകൂടിയാണ് ലോകാവസാനം. കർത്താവിൻ്റെ രണ്ടാം വരവിൽ അഥവാ ലോകാവസാനം അഥവാ യുഗാന്ത്യം, അന്ന് നടക്കുന്ന വിധിയാണ് ഈ പൊതുവിധി എന്ന് പറയുന്നത്. പൊതുവിധി. അപ്പോൾ ഈ തനത് വിധിയും പൊതുവിധിയും തമ്മിൽ എന്താ വ്യത്യാസം? തനത് വിധിയിൽ എനിക്ക് കിട്ടിയത് നരകമാണ്. പൊതുവിധിയുടെ സമയത്ത് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഇല്ല. നരകത്തിൽ പോയ ആത്മാവ് നിത്യകാലത്തേക്ക് നരകം തന്നെയാണ്, സ്വർഗത്തിൽ പോയ ആൾ നിത്യകാലത്തേക്ക് സ്വർഗം തന്നെയാണ്. അപ്പോൾ വിധിയിലോ വിധിവാചകത്തിലോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പിന്നെ എന്താണ് പൊതുവിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊതുവിധി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: തനത് വിധിയുടെ സമയത്ത് എനിക്ക് അർഹതയുള്ളത് സ്വീകരിക്കാൻ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എനിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈശോയ്ക്ക് അറിയാം. ഈശോയ്ക്ക് എൻ്റെ ആത്മാവിനെ അറിയാലോ. ഈശോയ്ക്കും അറിയാം, എനിക്കും അറിയാം എന്തുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറേ നാൾ ശുദ്ധീകരിക്കപ്പെട്ടു. ഈ കാരണം എനിക്കും അറിയാം, ഈശോയ്ക്കും അറിയാം. നമുക്ക് ആ വ്യക്തിക്കും ഈശോയ്ക്കും മാത്രമേ കാര്യം അറിയുള്ളൂ, കാരണം അറിയുള്ളൂ. എന്തുകൊണ്ട് സ്വർഗം, എന്തുകൊണ്ട് നരകം, എന്തുകൊണ്ട് കുറേ നാൾ ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളത്. എന്നാൽ പൊതുവിധി പേര് സൂചിപ്പിക്കും പോലെ അത് എന്ത് വിധിയാണ്? പൊതുവിധിയാണ്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയമാണ്. സകല മനുഷ്യരും എല്ലാവരുടെയും മുൻപിൽ വെച്ച് എല്ലാ കാര്യങ്ങളും പരസ്യമാകുന്ന സമയമാണ് പൊതുവിധി. എൻ്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഞാൻ ചെയ്തതും ഉപേക്ഷിച്ചതുമായ സകല നന്മകളും തിന്മകളും അതിൻ്റെ അങ്ങേയറ്റത്തെ പരിണത ഫലങ്ങളോടെ പൊതുവിധിയിൽ വെളിവാക്കപ്പെടും. എൻ്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഉപേക്ഷയാലും ഒക്കെ സംഭവിച്ച നന്മതിന്മകൾ ഇതാ അങ്ങേയറ്റത്തെ പരിണത ഫലങ്ങളോടെ പൊതുവിധിയിൽ വെളിവാക്കപ്പെടും. എല്ലാവരും എല്ലാം അറിയും. അതിനെപ്പറ്റി പറയണത് മതബോധന ഗ്രന്ഥം പറയുന്നത് ഇങ്ങനെയാണ്. 1039 നമ്പർ പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ മനുഷ്യനും ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ സത്യാവസ്ഥ വെളിവാക്കപ്പെടും. ഓരോ മനുഷ്യൻ്റെയും ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ സത്യാവസ്ഥ എല്ലാവരുടെയും മുൻപിൽ വെളിവാക്കപ്പെടും. എല്ലാവരുടെയും മുൻപിൽ അത് വെളിവാക്കപ്പെടും. ഇനി ഓരോ മനുഷ്യനും തൻ്റെ ഭൗമിക ജീവിതത്തിൽ ചെയ്തതും ഉപേക്ഷിച്ചതുമായ നന്മ, ചെയ്ത നന്മയും ഉപേക്ഷിച്ച നന്മയും വിളിക്കുന്ന മറ്റൊരു പേരാണ് തിന്മ. ഉപേക്ഷിച്ച നന്മയും അതിൻ്റെ അങ്ങേയറ്റത്തെ അനന്തരഫലങ്ങളോടൊപ്പം പൊതുവിധിയിൽ, അന്ത്യവിധിയിൽ വെളിവാക്കപ്പെടും. എല്ലാവരും എല്ലാം അറിയും. നിങ്ങളുടെ പലരുടെയും ശ്വാസം നിലച്ചു എന്ന് നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം. കാരണം എന്താ? നാട്ടുകാർ മുഴുവൻ നമ്മുടെ സകല വേണ്ടാധീനങ്ങളും കാണാൻ പോവാണ്, അറിയാൻ പോവാണ്. അന്ത്യവിധി അതാണ്, പൊതുവിധി അതാണ്. സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു. അഗസ്തീനോസ് പുണ്യവാളൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദുഷ്ടൻ ചെയ്തതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവനത് അറിയുന്നില്ല. ദുഷ്ടൻ ചെയ്തതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അവനത് അറിയുന്നില്ല. ഈ അന്ത്യവിധിയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുക. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-32 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ കാണുന്നു: മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളി വരും. അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ അവൻ ഉപവിഷ്ടനാകും. എല്ലാ ദൂതന്മാരോടും ഒപ്പം കർത്താവ് വരുന്ന, എന്നിട്ട് ചെമ്മരിയാടുകളെ, കോലാടുകളെ അലങ്കാരികമായിട്ട് പറയുന്നതാണ് നീതിമാന്മാരെയും നീതിരഹിതരെയും, അല്ലെങ്കിൽ നല്ലവരെയും ദുഷ്ടരെയും വേർതിരിക്കുന്ന, ഇത് എല്ലാവരുടെയും മുൻപിൽ എല്ലാം പരസ്യമാകുന്ന സമയമാണ് പൊതുവിധിയുടെ സമയം. അപ്പം ഇത് കേട്ടിട്ട് ഭയം തോന്നണുണ്ടോ? ഒരു പേടിയില്ലാത്ത മനുഷ്യർ ആദ്യമായിട്ട് കാണും.
പേടിയൊന്നുമില്ല. എനിക്ക് നല്ല ഭയമുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ പറയുമ്പോഴും നല്ല പേടിയുണ്ട്. കാരണം നമ്മൾ ഇതിൽ നിന്ന് എക്സെപ്ഷനല്ല, എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഭയപ്പെടാതിരിക്കാൻ, അതായത് നമ്മുടെ ഭയം എന്താണ്? നമ്മുടെ പാവം നാട്ടുകാർ വന്ന് അറിയില്ലോ, അതാണ് നമ്മുടെ പേടി. നമുക്ക് വേറെ പേടിയൊന്നുമില്ല. നമ്മുടെ പാവം നാട്ടുകാർ നാണക്കേടാവുമല്ലോ, അതാണ് നമ്മുടെ പേടി. അപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാം. ഈ പാപം എല്ലാം വെളിപ്പെടില്ല. പാപം വെളിപ്പെടുന്നത് എന്താണ്? മോചനം കിട്ടാത്ത പാപമാണ് വെളിപ്പെടുകയുള്ളൂ. മോചനം കിട്ടിയ പാപം വെളിപ്പെടില്ല. നമ്മൾ അനുദപിക്കുകയും കുമ്പസാരിക്കുകയും ഏറ്റുപറയുകയും ചെയ്ത പാപങ്ങൾ, അതെന്ത് സംഭവിച്ചു? ആ പാപത്തിന് ഈശോയുടെ രക്തം കൊണ്ട് കഴുകിയതൊക്കെ മാഞ്ഞു. ഇനി അത് ഈശോ ഓർത്തിരിക്കില്ല. അത് ആഴിയുടെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. ഇനി അത് ഓർത്തിരിക്കില്ല. പിശാചിനത് കാണാനും പറ്റില്ല. പിശാചിന് കാണാൻ പറ്റില്ല. കാരണം ഈശോയുടെ രക്തത്തിൽ മായ്ക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ എന്നേക്കുമായി പൊറുതി ലഭിച്ചത്, മായ്ക്കപ്പെട്ടത്, കുമ്പസാരത്തിലൂടെ മായ്ക്കപ്പെട്ട പാപങ്ങളൊന്നും എവിടെ വെളിവാക്കപ്പെടില്ല? പൊതുവിധിയിൽ വെളിവാക്കപ്പെടില്ല. അപ്പോൾ ഭയം വേണ്ട. നമ്മൾ അനുദപിക്കാനും കുമ്പസാരിക്കാനും പാപം ഏറ്റുപറയാനും പാപമോചനം, ഈശോയിൽ നിന്ന് പാപമോചനം കുമ്പസാരത്തിലൂടെ സ്വീകരിക്കാനും തയ്യാറായാൽ മതി. ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ മറിച്ച് പാപം അവശേഷിക്കുന്ന പാപമൊക്കെ ആണെങ്കിൽ അതെവിടെ വെളിപ്പെടും? അന്ത്യവിധിയിൽ, പൊതുവിധിയിൽ വെളിവാക്കപ്പെടും. ഇനി ഇപ്പോൾ നമ്മൾ വിധിയെക്കുറിച്ച് പറഞ്ഞു, തനത് വിധി ഉണ്ടെന്ന് പറഞ്ഞു, പൊതുവിധി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഈ പൊതുവിധിക്ക് തൊട്ട് മുമ്പ് നടക്കുന്ന വേറൊരു കാര്യമുണ്ട്. പൊതുവിധിക്ക് തൊട്ട് മുമ്പ്, അതായത് ഈശോയുടെ രണ്ടാമത്തെ ആഗമനം, അതാണ് യുഗാന്ത്യം, അതാണ് ലോകാവസാനം. ഇപ്പോൾ ഈശോയുടെ ഈ രണ്ടാമത്തെ ആഗമനം, ഈ ആഗമനത്തോടെയാണല്ലോ പൊതുവിധി നടക്കുക. പക്ഷേ ഈ പൊതുവിധിക്ക് തൊട്ട് മുമ്പ്, യേശുവിൻ്റെ ആഗമന ശേഷം പൊതുവിധിക്ക് തൊട്ട് മുമ്പ് നടക്കുന്ന, അഥവാ ആഗമനത്തോടൊപ്പം നടക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? അറിയാവുന്നവർ പറ. എന്തായിരിക്കും നടക്കുക? നമ്മുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ശരീരത്തിൻ്റെ ഉയർപ്പ് അന്ത്യവിധിക്ക് മുമ്പ് നടക്കുന്ന ഒന്നാണ് ശരീരത്തിൻ്റെ ഉയർപ്പ്. മതബോധന ഗ്രന്ഥം 1038 നമ്പർ, എല്ലാ മരിച്ചവരുടെയും ഉത്ഥാനം ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ, കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും, എല്ലാവരും ഉത്ഥാനം ചെയ്യും. മതബോധന ഗ്രന്ഥം. ഇനി നമ്മൾ ഈ ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോവാണ്. ശരീരത്തിൻ്റെ ഉയർപ്പ് നല്ല കൗതുകകരമായൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചുപോയ ആളുടെ ആത്മാവ്, മരിച്ച ആ വ്യക്തിയുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു. ആത്മാവ് എവിടെ പോയി? ഒന്നുകിൽ സ്വർഗത്തിൽ പോയി, അല്ലെങ്കിൽ നരകത്തിൽ പോയി, അല്ലെങ്കിൽ ശുദ്ധീകരണാവസ്ഥയിലേക്ക് പോയി. ശുദ്ധീകരണം കഴിയുമ്പോൾ സ്വർഗത്തിൽ പോയി. എന്ന് വെച്ചാൽ ഈ ആത്മാവ് വേർപെട്ട് മരിച്ച നിമിഷം തന്നെ നിത്യതയിലേക്ക് പ്രവേശിച്ചു, നിത്യമായ അവസ്ഥയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ തന്നെ സംഭവിക്കുകയാണത്. പക്ഷേ ഈ ശരീരത്തിന് എന്താ സംഭവിക്കുന്നത്? ശരീരത്തിന് നമ്മളത് അടക്കം ചെയ്യും. കുഴിയിൽ അടക്കം ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിയുമ്പോഴേക്കും അത് അഴുകി ദ്രവിച്ച് അലിഞ്ഞ് അത് വർഷങ്ങൾക്കുള്ളിൽ അത് ഇല്ലാതെയാവാണ്. ആ മൃതദേഹം മുഴുവൻ പുഴുക്കൾ തിന്ന് തീരുന്നു. ആ പുഴുക്കൾ അടുത്ത പുഴുക്കൾ തിന്നുന്നു, ആ പുഴുക്കൾ അടുത്ത പുഴുക്കൾ തിന്നുന്നു. ഈ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നതിൻ്റെ ഒരു ലക്ഷണവും ഇനി ഭൂമിയിലുണ്ടാവില്ല. അതുപോലെ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതിൻ്റെ ഒരു തരിമ്പ് പോലും ഒന്നും അവശേഷിക്കാതെ വിധം കംപ്ലീറ്റ് തീർന്നു പോവാണ്, അല്ലേ? ഇനി ദഹിപ്പിക്കാമല്ലോ. അപ്പോൾ നമുക്കാണെങ്കിലും ദഹിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ. കൊറോണ കാലത്തൊക്കെ ദഹിപ്പിക്കുന്ന ഇത് നമ്മൾ കത്തോലിക്ക സഭയിലും ഉണ്ട്. അപ്പോൾ ദഹിപ്പിക്കുകയാണെന്ന് കരുതുക. അത് ചാരമായി മാറി, ചാരം പതുക്കെ പ്രകൃതിയിൽ അലിഞ്ഞ് അതും കംപ്ലീറ്റ് ഇല്ലാതെയായി പോകുന്നു. ഇങ്ങനെ സമ്പൂർണമായി ഇല്ലാതെയായി പോയ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമല്ലയോ? പറ്റില്ല എന്ന് ഞാൻ സമ്മതിച്ചു. നമ്മൾ വിശ്വസിക്കേണ്ട ഒരു വിശ്വാസ സത്യമാണ് ശരീരത്തിൻ്റെ ഉയർപ്പ്. ഇനി ഒരു കാര്യം, ഇത് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അഗസ്തീനോസ് പുണ്യാളൻ്റെ ഒരു വാചകത്തെ കോട്ട് ചെയ്ത് മതബോധന ഗ്രന്ഥം 996 നമ്പറിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ശരീരത്തിൻ്റെ ഉത്ഥാനമെന്ന വിഷയത്തിൽ നേരിട്ടതിലേറെ എതിർപ്പ് വേറെ ഒരു വിഷയത്തിലും സഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ശരീരത്തിൻ്റെ ഉയർപ്പ് എന്ന വിഷയത്തിൽ നേരിടേണ്ടി വന്നതുപോലെ ഉള്ള ഒരു എതിർപ്പ് വേറെ ഒരു വിഷയത്തിലും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് കത്തോലിക്ക ഈ അഗസ്തീനോസിന്റെ വാക്കുകളെ കോട്ട് ചെയ്ത് മതബോധന ഗ്രന്ഥത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം. കാരണം ഇതെങ്ങനെ വിശ്വസിക്കും? നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേക്കും എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വിശ്വസിക്കും? അതൊരിക്കലും ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ ഓർക്കുക, ശരീരം ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൻ്റെ രണ്ടാം വരവിൽ സകല മനുഷ്യരുടെയും ശരീരങ്ങൾ, മരിച്ചുപോയ സകലരുടെയും ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ശരീരം ഉയർത്തെഴുന്നേറ്റ ഈ ശരീരവും നേരത്തെ ആര് പോയിട്ടുണ്ട്?
ആത്മാവ് എവിടേക്ക്? നിത്യതയിലേക്ക്. ഈ നിത്യതയിലെ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിത്യതയിൽ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അപ്പോൾ നമുക്ക് എങ്ങനെ അറിയണമല്ലേ ആത്മാവ് എന്താ ചെയ്യണേന്ന്? എന്താ ചെയ്യണേ അവിടെ? കർത്താവിനെ സ്തുതിക്കുന്നു, സ്വർഗത്തിലാണെങ്കിൽ നരകത്തിലാണെങ്കിൽ പേടി അനുഭവിക്കുന്നു. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ ആത്മാവ് ശരീരവുമായുള്ള പുനരൈക്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, മതബോധന ഗ്രന്ഥം പറയുന്നതാണ്. ഈ ആത്മാവ് ശരീരവുമായുള്ള പുനരൈക്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അന്ത്യവിധിയിൽ അഥവാ കർത്താവിന്റെ രണ്ടാം വരവിൽ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, അന്ത്യവിധിക്ക് മുമ്പ് ഇത് ശരീരം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഉയർത്തെഴുന്നേറ്റ ശരീരവും നേരത്തെ നിത്യതയിലേക്ക് യാത്രയായ ആത്മാവും വീണ്ടും ഒന്നാകുന്നു. എന്ന് വെച്ചാൽ ശരീരത്തോടുകൂടെ തന്നെയാണ് നമ്മൾ നിത്യത അനുഭവിക്കുന്നത്. ശരീരത്തോടുകൂടെ തന്നെയാണ് നിത്യത അനുഭവിക്കുന്നത്. നിത്യ സൗഭാഗ്യമാണെങ്കിലും നിത്യ നരകമാണെങ്കിലും ശരീരത്തോടുകൂടെ തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ശരീരമാണോ എന്ന് ചോദിച്ചാൽ ശരീരം ഇത് തന്നെ. പക്ഷെ ശരീരത്തിനൊരു മാറ്റം വരും. എന്ത് മാറ്റം? അത് രൂപാന്തരപ്പെട്ട ശരീരമായിട്ട് മാറും. മഹത്വീകൃത ശരീരം. ശരീരമാണോ? ശരീരം തന്നെ. നമുക്കിത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്നാലേ ഇത് മനസ്സിലാകുള്ളൂ. യേശു ഉയർത്തെഴുന്നേറ്റു ഇല്ലേ? മരിച്ചു, അടക്കപ്പെട്ടു. ദുഃഖവെള്ളിയാഴ്ച അടക്കപ്പെട്ട ഈശോ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച 3-ാം ദിവസം ഈശോ ഉയർത്തെഴുന്നേൽക്കാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റത് ശരീരത്തോടെയാണോ അതോ ആത്മാവോടെയാണോ? ആത്മാവ് മാത്രമാണോ അതോ ശരീരത്തോടെ ഈശോ ഉയർത്തെഴുന്നേറ്റോ? ശരീരത്തോടെയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത്. ശരീരമുണ്ട്. പക്ഷേ ശിഷ്യരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു ഭൂതമാണെന്ന്. വിചാരിച്ചോ? ബൈബിളിലുണ്ട് ഭൂതമാണെന്ന് വിചാരിച്ചു എന്ന് ഞാൻ പറയണതല്ല, ബൈബിളിലുണ്ട്. അവർ പേടിച്ച് വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഈശോയുടെ കൈയും കാലൊക്കെ മുറിവുകളൊക്കെ കാണിച്ചിട്ട് പറയാണ്, നിങ്ങൾ നോക്ക്, ഈ ഭൂതത്തിന് എനിക്കുള്ള പോലെ കൈയും കാലമൊന്നും ഇല്ലല്ലോ, ഇത് ശരീരമാണ്, ശരീരം തന്നെയാണ്. എന്നിട്ട് ശരീരം തന്നെയാണെന്ന് അവർക്ക് ബോധ്യമാകാൻ വേണ്ടി അവരോട് പറയാണ്, കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്തെടുത്തു കൊടുത്തു? ബൈബിളൊന്നും വായിക്കാത്ത അവരെന്തെടുത്തു കൊടുത്തു? അപ്പോ മീനോ? അപ്പോൾ വീഞ്ഞെടുത്ത് കൊടുത്തു എന്നോ? ഒരു കഷ്ണം വറുത്ത മീൻ കൊടുത്തു. വറുത്ത മീൻ. മീൻ കറക്റ്റാണ്. അപ്പോൾ ഇല്ല, മീൻ കൊടുത്തു. അപ്പോൾ വറുത്ത മീൻ കൊടുത്തപ്പോൾ ഈശോ എന്ത് ചെയ്തു? അത് ഈശോ ഭക്ഷിച്ചു. എന്തിനാ ഭക്ഷിച്ചത്? 2-3 ദിവസം കല്ലറയുടെ കുഴിയിലായിരുന്നു, വിശന്നിട്ട് പാടില്ല, അതുകൊണ്ട് ഭക്ഷിച്ചതാണോ? അല്ല, പിന്നെ എന്തിനാ ഭക്ഷിച്ചേ? ഇത് ഈ ശരീരമുണ്ട്, ഇത് ശരീരമാണെന്ന് ബോധ്യമാക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിച്ച് കാണിച്ചു കൊടുത്തേ. ഇത് ശരീരമാണെന്ന് ബോധ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് ഭൂതമാണ്, പ്രേതമാണ്, ആത്മാവാണെന്ന് വിചാരിക്കുക. ഇതാ ശരീരത്തോടെ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്, ശരീരത്തോടെ. പക്ഷെ ആ ശരീരം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ശരീരം മഹത്വീകൃത ശരീരമായി മാറി, രൂപാന്തരപ്പെട്ട ശരീരമായി മാറി. യേശുവിൻ്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മളെ ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ക്രിസ്തുവിജ്ഞാനിയൊക്കെ പഠിക്കുമ്പോൾ അത് പഠിപ്പിക്കുന്നവർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, പ്രധാനമായും യേശുവിൻ്റെ ഉത്ഥാനം ചെയ്ത ശരീരത്തിന് 4 സവിശേഷതകൾ വന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ശരീരത്തിന് ഇല്ലാത്ത 4 സവിശേഷതകൾ വന്നു. അക്ഷയം, ലഘുത്വം, സൂക്ഷ്മം, ദീപ്തം. 4 സവിശേഷതകൾ. അക്ഷയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷയിക്കാത്തത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇനി ശരീരം ക്ഷയിക്കില്ല, ശരീരം നശിക്കില്ല, ശരീരം ഇനി ജീർണിക്കില്ല, ശരീരം ഇല്ലാതാകില്ല. അതിന് ഒരു നിത്യമായ ആ ശരീരം നിലനിൽക്കും. അതാണ് അക്ഷയം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം ബൈബിളിൽ തന്നെ വേറെ ചില ഉയർപ്പുകൾ കാണുന്നുണ്ട്. വേറെ ചില ഉയർപ്പുകൾ. ആരുടെയൊക്കെ ഉയർപ്പുകൾ? ഈശോ തന്നെ നടത്തിയ കുറച്ച് ഉയർപ്പുകളില്ലേ? ഏതൊക്കെയാ? ലാസറിനെ ഉയർപ്പിച്ചു, ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ചു, വിധവയുടെ നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. ഈശോ നടത്തി ഉയർപ്പ. അതും ഈശോയുടെ ഉയർപ്പ് രണ്ടും സെയിം ആണോ? അല്ല, രണ്ടാണ്. ഈ ലാസറിന്റെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ ലാസറിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടു പോയിരുന്നു. അതായത് ലാസർ മരിച്ചു, ജീവൻ വേർപെട്ടു പോയ ജീവൻ തിരിച്ച് ലാസറിലേക്ക് വന്നു. അത് വേർപെട്ടു പോയ ആത്മാവ് തിരിച്ച് ലാസറിലേക്ക് വന്നു. അല്ലാതെ വേറെ ശരീരത്തിന് മാറ്റമൊന്നും വേറെ സംഭവിച്ചിട്ടില്ല. ശരീരം തന്നെ. ലാസർ മരിക്കുന്ന സമയത്ത് പ്രായം 30 ആണെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് ലാസറിന് എത്ര വയസ്സാവും? അതുപോലും അറിയില്ലേ. 40 വയസ്സോ. പിന്നെ ഒരു 10 വർഷം കൂടി കഴിഞ്ഞ് എത്ര വയസ്സാവും? 50 വയസ്സാവും. എന്ന് വെച്ചാൽ ലാസറിന് സാധാരണ മനുഷ്യരെ പോലെ പ്രായമാകും. സാധാരണ മനുഷ്യരുടെ ശരീരത്തിൽ വരുന്ന സാധാരണ രോഗങ്ങളൊക്കെ ലാസറിനും വരും. ജരാനരകൾ ബാധിക്കും, അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ കണ്ണ് കാഴ്ച മങ്ങുക, കാത് കേൾവി കുറയുക, ഇങ്ങനെ ശരീരത്തിന്റെ പരിമിതികൾ അതൊക്കെ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഒരു നിശ്ചിത പ്രായത്തുമ്പോൾ ലാസർ വീണ്ടും മരിക്കും. എന്നാൽ യേശുവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് പ്രത്യേകത ഇതാണ്, ആ ശരീരത്തിൽ തന്നെ രൂപാന്തരം സംഭവിച്ചു. ഇനി ആ ശരീരത്തിന് പ്രായമാകില്ല. അത് കൊള്ളാമല്ലേ? നല്ല പരിപാടിയല്ലേ? നമ്മൾ പ്രായം കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഉറപ്പുള്ളൊരു മാർഗം. പ്രായം രൂപാന്തരപ്പെട്ട ശരീരത്തിന് പിന്നെ പ്രായമാകില്ല. അതിന് ശരീരത്തിന് പ്രായമാകില്ല, ജീർണിക്കില്ല, അതിന് രോഗം വരില്ല, മരിക്കില്ല.
ആ ശരീരം ഇനി എന്നും നിലനിൽക്കും. അതാണ് രൂപാന്തരപ്പെട്ട ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത. അക്ഷയം. ലഘുത്വം എന്ന് പറഞ്ഞാൽ എന്താ? ലഘുത്വം ഭാരമില്ല. ഇനിയിപ്പോൾ ആ ശരീരത്തിന് വെയിറ്റ് ഇല്ല, ഭാരമില്ല. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ വേണമെങ്കിലും കയറിച്ചല്ല. ഇനിയിപ്പോൾ വാതിലൊന്നും വേണ്ട. നമ്മൾ അപ്പസ്തോലന്മാരുടെ അവർ കതകും വാതിലൊക്കെ അടച്ചിരുന്നു, അന്നേരം ഈശോയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. വാതിലില്ലാണ്ട് എങ്ങനെ ഒരാൾക്ക് കയറി വരാൻ പറ്റുന്നത്? എന്നാൽ ശരീരം ഉണ്ട് താനും. ശരീരമുള്ള ഒരാൾക്ക് വാതിലിലൂടെ അല്ലാതെ എങ്ങനെയാ മുറിക്കകത്തോട് കയറി വരാൻ പറ്റുന്നത്? ഇനിയിപ്പോൾ വാതിൽ വേണ്ട. ശരീരം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ വാതിൽ വേണ്ട. ശരീരം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വാതിൽ വേണ്ട. അതാണ് സൂക്ഷ്മം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നത്. അടുത്ത എന്താണ്? ദീപ്തം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശിതമായിട്ട് മാറി. അപ്പോൾ ശരീരമുണ്ടോ? ശരീരമുണ്ട്. എന്നത് രൂപാന്തരപ്പെട്ട ശരീരമാണ്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ നമ്മളുടെ ഉത്ഥാനത്തെയും ഉയർപ്പിനെയും മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശരീരങ്ങളും ഉയർപ്പിക്കപ്പെടും. യേശുവിൻ്റെ ഉത്ഥാനത്തിൽ നമ്മളും പങ്കാളികളാകും. നമ്മളുടെ ശരീരങ്ങളും ഉയർപ്പിക്കപ്പെടും. ഉയർപ്പിക്കപ്പെട്ട ശരീരത്തിന് യേശുവിൻ്റെ ഉത്ഥാനം ചെയ്ത ശരീരത്തിൻ്റെ അതേ സവിശേഷതകൾ കൈവരികയും ചെയ്യും. അതാണ് മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. എവിടെ ഏറ്റുപറയുന്നേ? വിശ്വാസ പ്രമാണ ജപത്തിൽ 12 വിശ്വാസത്യങ്ങളിൽ 11ാമത്തെ വിശ്വാസത്യമാണ് ഏത്? ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു. ആരുടെ ശരീരത്തിൻ്റെ ഉയർപ്പിൽ? നമ്മളത് യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ചാണോ പറയണേ? അല്ല, ഈ പറയണത് ആരുടെ ശരീരത്തിൻ്റെ ഉയർപ്പിനെ കുറിച്ചാ? എൻ്റെ ശരീരം ഉയർത്തെഴുന്നേക്കുന്നേ. അത് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തെ ഏറ്റും പറയുന്നുണ്ട്. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണിത്. പക്ഷെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ഇനി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 990 നമ്പറിൽ പറയുന്നത് ഇങ്ങനെയാണ്: മരണശേഷം അമർത്യമായ ആത്മാവ് ജീവിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ മർത്യമായ ശരീരം പോലും ജീവനിലേക്ക് വരും. നിത്യജീവനിലേക്ക് വരും. ഇനി CCC 996 നമ്പറിൽ പറയുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ശരീരത്തിൻ്റെ ഉത്ഥാനം എന്ന വിഷയത്തിൽ നേരിടേണ്ടി വന്നതിലേറെ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വേറെ ഒരു വിഷയത്തിലും സഭയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് അഗസ്തീനോസ് പുണ്യാളൻ്റെ വാക്കുകളെ കോട്ട് ചെയ്ത് മതബോധന ഗ്രന്ഥത്തിലുണ്ട്. ഇനി മതബോധന ഗ്രന്ഥം 997 നമ്പർ പറയുന്നത് ഇങ്ങനെയാണ്: ആത്മാവ് വേർപ്പെടുമ്പോൾ ശരീരം ജീർണിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഞാൻ അത് മതബോധന ഗ്രന്ഥത്തിൽ തന്നെ ഉള്ളതാണെന്ന് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്പർ കോട്ട് ചെയ്ത് പറയണമെന്നേ ഉള്ളൂ. ഇത് നമ്പർ കോട്ട് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ ഭൂരിപക്ഷം പേർക്കൊരു സംശയം വരും, അച്ഛൻ ഇത് ഹാരി പോട്ടർ സിനിമയുടെ കഥയാണോ പറയണേന്ന്? ഇങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, ഇത് സഭയുടെ പഠനം പറയുന്നത്, വെറുതെ ഒന്നുമല്ല പറയണേ, എവിടെയോ വായിച്ച കഥകളല്ല പറയണേ. കത്തോലിക്ക സഭ നമ്മൾ ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന കാര്യം പറയുന്നത്. നമുക്കിത് നമ്മൾ ചിലപ്പോൾ കേട്ട് കാണാതിരിക്കില്ല. നേരത്തെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവർ കൈവയ്ക്ക്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരൊന്ന് കൈവയ്ക്ക്. കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഇടവകാരാണോ? അവർ കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ ഇടവകയിൽ ഇടയ്ക്ക് ഇത് പറയാറുണ്ട്. ഓക്കെ, ഇനി അത് ആ വാചകം ഒന്നുകൂടെ വായിക്കാം. ആത്മാവ് വേർപ്പെടുമ്പോൾ, മതബോധന ഗ്രന്ഥം 997, ആത്മാവ് വേർപ്പെടുമ്പോൾ ശരീരം ജീർണിക്കുന്നു. മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിന് ആത്മാവ് കാത്തിരിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞേ. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെട്ടു, ആത്മാവ് നിത്യതയിലേക്ക് യാത്രയായി. ഇനി ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടി, ഈ ശരീരവുമായി പുനരൈക്യം സംഭവിക്കാൻ വേണ്ടി ആത്മാവ് കാത്തിരിക്കുന്നു. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാവിനോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം പ്രദാനം ചെയ്യും. അനശ്വരമായ ജീവിതം ശരീരങ്ങൾക്ക് പ്രദാനം ചെയ്യും. എന്തിനതൊക്കെ പറയണമെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ശരീരം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടെ നമുക്ക് ബോധ്യം ഉണ്ടാകണം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി മതബോധന ഗ്രന്ഥം 998 നമ്പർ: മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഉയർത്തെഴുന്നേൽക്കുക? മരിച്ച എല്ലാവരും. നല്ലവരും മാത്രമാണോ? അല്ല, നല്ലവരും ഉയർത്തെഴുന്നേൽക്കും. നിത്യ സമ്മാനത്തിനായിട്ട് അവർ ഉയർത്തെഴുന്നേൽക്കും. ഇനി തിന്മ ചെയ്തവരും ഉയർത്തെഴുന്നേൽക്കും. നിത്യശിക്ഷയ്ക്കായി അവർ ഉയർത്തെഴുന്നേൽക്കും. എല്ലാവരും, മരിച്ചുപോയ എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കും. ഇനി മതബോധന ഗ്രന്ഥം 995 നമ്പർ: നാം അവിടുത്തെ പോലെ അവിടത്തോടു കൂടെ അവിടുന്നിലൂടെ ഉദ്ധാനം ചെയ്യും. അപ്പം നമ്മുടെ ഉദ്ധാനം യേശുവിനെ പോലെ തന്നെയാണ് നമ്മുടെ ഉദ്ധാനം സംഭവിക്കുക. നമ്മുടെ ശരീരത്തിന് ഉയർപ്പ് സംഭവിക്കുക യേശുവിൻ്റെ ശരീരത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് സംഭവിക്കുക. അതാണ് അവിടത്തെ പോലെയാണ് നമ്മൾ ഉദ്ധാനം ചെയ്യുന്നത്. അവിടുന്നിലൂടെയാണ് നമ്മൾ ഉദ്ധാനം ചെയ്യുന്നത്. അവിടത്തോട് കൂടെയാണ് നമ്മൾ ഉദ്ധാനം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ നമ്മൾ മരണത്തെക്കുറിച്ച് പറഞ്ഞു, വിധിയെക്കുറിച്ച് പറഞ്ഞു. വിധി തന്നെ രണ്ടുണ്ട്, തനത് വിധിയുണ്ട്, പൊതുവിധിയുണ്ട്. ഇനി പൊതുവിധിക്ക് തൊട്ട് മുമ്പായി നടക്കുന്നൊരു കാര്യമാണ് ശരീരത്തിൻ്റെ ഉയർപ്പ്. ഇത്രയും മനസ്സിലായോ? എന്തേലും പറ, ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി മനുഷ്യൻ്റെ അന്ത്യങ്ങളിൽ മൂന്നാമത്തെ ഏതാണ്? മരണം കഴിഞ്ഞു, വിധി കഴിഞ്ഞു. അടുത്തത് ഏതാണ്? സ്വർഗം. എന്താണ് സ്വർഗം?
എന്താണ് സ്വർഗം? മതബോധന ഗ്രന്ഥം അതിൽ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 1023 നമ്പർ. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോട് കൂടെ എന്നേക്കും ജീവിക്കുന്നു. അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. ആരെ പോലെയാണ്? ദൈവത്തെ പോലെയാണെന്ന്. അങ്ങനെയൊക്കെ ആവും നമ്മൾ ദൈവത്തെ പോലെ. ഈ ദൈവത്തെ പോലെ ആകാൻ പരിശ്രമിക്കുന്നത് പാപമല്ലേ? ആണോ അല്ലയോ? ദൈവത്തെ പോലെ ആകാൻ പരിശ്രമിക്കുന്നത് പാപമാണോ അല്ലയോ? അല്ല. ആദ്യ മാതാപിതാക്കളുടെ അടുത്ത് സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞത് എന്താ? നിങ്ങൾ ഈ പഴം നിങ്ങൾ മരിക്കില്ല, കഴിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ദൈവത്തെ പോലെ ആകും. അപ്പോൾ ദൈവത്തെ പോലെ ആകാൻ നോക്കിയതല്ല അവർ ചെയ്ത പ്രശ്നം. അപ്പോൾ അത് പാപമല്ലേ? പറയൂ, പാപമാണ്. അപ്പോൾ ഇവിടെ എന്താ പറയണേ? നമ്മൾ ദൈവത്തെ പോലെ ആകൂന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കുന്നതല്ല പാപം. ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെ ആകാൻ പരിശ്രമിക്കുന്നതാണ് പാപം. ദൈവത്തെ പോലെ ആകാൻ പരിശ്രമിക്കുന്നത് പാപമല്ല. ദൈവം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, ദൈവത്തെ പോലെ ആകാനാ. ദൈവത്തെ പോലെ, ദൈവം ആകാനല്ല, ദൈവത്തെ പോലെ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഒരു ഇരുമ്പ് ദണ്ട് എടുത്ത് തീയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് ദണ്ട് കുറേ കഴിയുമ്പോൾ ഈ തീ ആഗിരണം ചെയ്ത് ചൂടും പ്രകാശവും ഒക്കെ ഈ ഇരുമ്പ് ദണ്ട് സ്വീകരിച്ച് ഇരുമ്പ് ദണ്ട് അഗ്നിദണ്ഡായിട്ട് മാറും. ഇവിടെ തീ തന്നെയാണ്, അഗ്നി തന്നെയാണ്. ഈ ഇരുമ്പ് ദണ്ട് എന്തായി മാറി? അഗ്നിദണ്ഡായിട്ട് മാറി. എന്ന് പറയുന്ന പോലെ ദൈവത്തെ പോലെ ആകാൻ, ദൈവികമായ സകല ഗുണങ്ങളും സ്വീകരിക്കാൻ, അങ്ങനെ ആയിത്തീരാൻ, അതിനി നമ്മളെ കർത്താവ് വിളിച്ചിരിക്കണേ, കർത്താവ് സൃഷ്ടിച്ചിരിക്കണേ. ആദത്തെയും ഹവ്വയും ഒക്കെ സൃഷ്ടിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അവര് ദൈവത്തിന്റെ സഹായം കൂടാതെ ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു. അവിടെയാണ് പാപം. അതാണ് പാപം. ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കുന്നതാണ് പാപം. അപ്പോൾ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവർ എന്നേക്കും ദൈവത്തെ പോലെയാണ്. എന്തെന്നാൽ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ അവർ അവിടുത്തെ മുഖാമുഖം കാണുന്നു. മുഖാമുഖം, ദൈവത്തെ മുഖാമുഖം നമ്മൾ കാണുന്ന ഇടമാണ് സ്വർഗം. മുഖാമുഖം കാണുന്ന ഇടമാണ് സ്വർഗം. മതബോധന ഗ്രന്ഥം 1024 നമ്പറിൽ പറയുന്നത് ഇങ്ങനെയാണ്, കുറച്ചും കൂടി ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന സ്വർഗം എന്താണെന്നുള്ളത്: പരിശുദ്ധ തൃത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ജീവിതം, പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധരോടും മാലാഖമാരോടും ഒപ്പമുള്ള തൃത്വത്തോടുകൂടെ ജീവന്റെയും സ്നേഹത്തിന്റെയും സംസർഗം, ഇതിനെയാണ് നമ്മൾ സ്വർഗം എന്ന് വിളിക്കുന്നത്. അഗാധതമങ്ങളായ മാനുഷിക അഭിലാഷങ്ങളുടെ പരമ അന്ത്യവും നിറവേറലുമാണ് സ്വർഗം. പരമവും സുനിശ്ചിതവുമായ സന്തോഷത്തിന്റെ അവസ്ഥയാണിത്. അതായത് മനുഷ്യന്റെ ആത്മാവ് ഒരിക്കലും തൃപ്തിയില്ലാതെ ഇങ്ങനെ ആയിരിക്കാം. അതിനെക്കുറിച്ച് നമ്മുടെ അഗസ്തീനോസ് പുണ്യാളൻ പറയുന്നൊരു വാക്യമുണ്ട്. അത് പ്രകാരമാണ്: നിനക്കായി എന്നെ സൃഷ്ടിച്ച ദൈവമേ, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് അനുഭവിക്കുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ടെൻഷൻ ഉണ്ട്. എക്സിസ്റ്റൻഷ്യൽ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അടിസ്ഥാനപരമായ ഒരു ബേസിക് എന്താ പറയുക അതിനെ, അതായത് ഈ ലോകത്തെ ഏത് സുഖഭോഗങ്ങൾ ആസ്വദിച്ചാലും എന്തെല്ലാം സുഖങ്ങളുടെ പുറകെ നമ്മൾ പോയാലും പരിപൂർണ തൃപ്തി കിട്ടില്ല. എന്തിൻ്റെ പുറകെ പോയാലും. എന്താ കാരണം? യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ ലക്ഷ്യമായ ദൈവത്തിൽ ചേരാൻ, ദൈവത്തിൽ ലയിക്കാൻ, അതിനുവേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് ദാഹിച്ച് അതിനുവേണ്ടി ആത്മാവാണ് അഭിലഷിച്ചുകൊണ്ടിരിക്കണേ. അത് നമുക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ സാധിക്കുന്നത് എങ്ങനെയാണ്? പ്രാർത്ഥനാ ജീവിതം വഴി ഈശോയോട് ചേർന്നിരിക്കുക. പ്രാർത്ഥനാ ജീവിതം വഴി ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ ആത്മാവ് സംതൃപ്തിയോടെ ആയിരിക്കും. ദൈവത്തിൽ എത്തുമ്പോഴാണ് പൂർണ്ണമായും ആത്മാവ് സംതൃപ്തി അടയുന്നത്. ഈ ലോകത്ത് എന്ത് സുഖങ്ങളുടെ പുറകെ പോയാലും നമുക്ക് ആ സംതൃപ്തി കിട്ടില്ല. സിമ്പിളായിട്ട് പറഞ്ഞു, ഇപ്പോൾ ഇഷ്ടമുള്ളൊരു ഭക്ഷണം, എത്ര ഇഷ്ടമുള്ള കൊതിയുള്ള ഭക്ഷണമാണെങ്കിലും വയറ് നിറഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റുമോ? ഇപ്പോൾ നല്ല മധുരമുള്ളൊരു ലഡു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മധുരമുള്ള ലഡു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ലഡു കഴിച്ചു, കൊതിയോടെ കഴിച്ചു. രണ്ടാമത്തെ കഴിച്ചു, മൂന്നാമത്തെ കഴിച്ചു, നാലാമത്തെ കഴിക്കുമ്പോൾ ആദ്യത്തേതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ? അഞ്ചാമത്തെ കഴിക്കുമ്പോൾ ആദ്യത്തേതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ? ഒരു 5-6 കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇനി കഴിച്ചാൽ ഛർദ്ദിക്കും. ആദ്യം ആസ്വദിച്ച് കഴിച്ചതാണ്. അതാ പറഞ്ഞ ഏത് ശരീരസുഖത്തിൻ്റെ പുറകെ പോയാലും പ്രിയപ്പെട്ടവരെ പൂർണ്ണമായൊരു തൃപ്തി കിട്ടില്ല. എന്നാൽ അത് തരുന്നത് സ്വർഗമാണ്, ദൈവമാണ്. ദൈവത്തിൽ ചെന്ന് ആത്മാവ് ലയിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ആ ആനന്ദത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, സംതൃപ്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സ്വർഗം. സ്വർഗത്തെക്കുറിച്ച് മതബോധന ഗ്രന്ഥം നമുക്ക് നൽകുന്ന നിർവചനം അതാണ്. 1025 നമ്പർ: സ്വർഗത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക. സ്വർഗത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക. ഇനി വേറൊരു കാര്യം, സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോഴേ നമുക്ക് നമ്മളുടെ ഇപ്പോഴുള്ള പേര് ഉണ്ടാവുമോ? പേരുണ്ടാന്ന് വെച്ചാൽ ഇപ്പോഴുള്ള എൻ്റെ പേരെന്തോ ആ പേര് ഇനിയാണ് അവിടെ ചെല്ലുമ്പോഴും ഉണ്ടാവാന്ന്. നമ്മുടെ ഇപ്പോൾ ഇതേ വ്യക്തിത്വം, അതായത് ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ച് സ്വർഗത്തിൽ പോയി, അപ്പോൾ ഞാൻ മരിച്ചിനി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അപ്പനും അമ്മേനും കണ്ടാൽ മനസ്സിലാവോ? ഇല്ലേ? അയ്യോ, വലിയ കഷ്ടമാണല്ലോ.
മനസ്സിലായില്ലെങ്കിൽ ഓക്കെ. മതബോധന ഗ്രന്ഥം 1025 നമ്പറിൽ പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വവും തങ്ങളുടെ തന്നെ പേരും നിലനിർത്തുന്നു. പേര് പോവില്ല, രക്ഷപ്പെട്ടു. പേര് ഇഷ്ടമില്ലാത്തവരുടെ കാര്യം കഷ്ടമാണ്. സ്വന്തം പേര് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, കർത്താവ് ഇത് ഇവിടെ വെച്ചെങ്കിൽ അവസാനിക്കുന്നത് കരുതി അവിടെ ചെന്നാൽ ഇതേ പേര് തന്നെയാണോ, അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടായി. അല്ലെങ്കിൽ നമ്മുടെ പേര് നിലനിൽക്കും, നമ്മുടെ പേര് അതേ പേര് തന്നെ, അതേ വ്യക്തിത്വം നിലനിൽക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മൾ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അവിടെ ചെന്നാൽ കണ്ടാൽ മനസ്സിലാവും. അവരവിടെ ഉണ്ടെങ്കിൽ, നമ്മളവിടെ പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവരെയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വ്യക്തിത്വം നിലനിൽക്കുന്നുണ്ട്, അതേ വ്യക്തിത്വം തന്നെ നമ്മൾ നിലനിർത്തുന്നുണ്ട്. 1026 നമ്പർ പറയുന്നു: പരിപൂർണമായി അവിടുന്നിലേക്ക് ഒന്നു ചേർന്നവരുടെ അനുഗ്രഹീത സമൂഹമാണ് സ്വർഗം. ഇപ്പോൾ സ്വർഗത്തെക്കുറിച്ച് മതബോധന ഗ്രന്ഥം പറയുന്നത് ഞാനൊന്ന് സൂചിപ്പിക്കാം. അപ്പോൾ നിത്യമായ സമ്പൂർണ്ണ സന്തോഷം, പരിപൂർണമായ ആനന്ദം, പരിപൂർണമായ സന്തോഷം, പരിപൂർണമായ സംതൃപ്തി, പരിശുദ്ധ ത്രിത്വത്തോട് ചേർന്നുള്ള ജീവിതം, വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്നുള്ള ജീവിതം, മനുഷ്യാത്മാവിൻ്റെ ആ സമ്പൂർണമായ ആനന്ദത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് സ്വർഗം എന്ന് പറയുമ്പോൾ, നിത്യമായ ആനന്ദത്തിലും സന്തോഷത്തിലും ഈ ദൈവത്തിൻ്റെ ജീവനിലും സ്നേഹത്തിലും പങ്കാളികളായിക്കൊണ്ടുള്ള ജീവിതത്തെയാണ് നമ്മൾ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. 4ാമത്തെ കാര്യം ഏതാണ്? ഇൻട്രസ്റ്റിംഗ് വിഷയം വന്നു. ഏതാ? നരകം. നരകം അതിനിപ്പോൾ അച്ഛൻ പ്രത്യേകിച്ച് പറയണമെന്നൊന്നുമില്ല. അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നാൽ മതി, കാണിച്ചു തരാമെന്ന് പറയണവരുണ്ടോ? നരകമാണ്. ഇനി എന്താണ് നരകം? നരകം എന്ന് പറഞ്ഞാൽ മതബോധന ഗ്രന്ഥം 1033 നമ്പർ പറയുന്നത് ഇങ്ങനെയാണ്: മനസ്തപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരകപാപത്തിൽ മരിക്കുക എന്നതിനർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപ്പെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു. ദൈവത്തോട്, പരിശുദ്ധ ത്രിത്വത്തോട്, പരിശുദ്ധ അമ്മയോട്, സകല വിശുദ്ധരോട്, മാലാഖമാരോട്, സ്വർഗത്തിലായിരിക്കുന്നവരോട് എന്നേക്കുമായി വേർപെട്ട്, ഇനി അവരുമായിട്ടൊരു കൂട്ടില്ല, കഴിഞ്ഞു, എന്നേക്കുമായി വേർപെട്ട് നിൽക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നരകം. അടുത്തത് 1035 നമ്പർ: മാരകപാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരിച്ചാൽ ഉടനെ നരകത്തിലേക്ക് പതിക്കുന്നു. ഒരാൾ മാരകപാപത്തിലാണ് മരിക്കണമെങ്കിൽ മരിച്ച നിമിഷം തന്നെ നരകത്തിൽ പതിക്കുന്നു. അവിടെ അവർ നിത്യ അഗ്നിയായ നരകപീഡനങ്ങൾ അനുഭവിക്കും. നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാടാണ്. ഇനി ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, കഴിഞ്ഞു, കംപ്ലീറ്റ് ഇല്ലാണ്ടായി. ഭൂമിയിൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെടുന്നില്ല. നമുക്ക് അവസരമുണ്ട് അനുദപിക്കാനും കുമ്പസാരിക്കാനും തിരിച്ചു വരാനും ഒക്കെ. പക്ഷേ നരകത്തിൽ പോയാൽ പിന്നെ ഒന്നുമില്ല, കഴിഞ്ഞു. നരകത്തിൽ പോയാൽ പിന്നെ എന്നേക്കുമായി ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. എന്നേക്കുമായി ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. മതബോധന ഗ്രന്ഥം 1037 നമ്പർ: നരകത്തിൽ പോകാൻ ദൈവം ആരെയും മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. ആരെയും കർത്താവ് നിശ്ചയിച്ചിട്ടില്ല. കർത്താവിനെ എല്ലാവരും രക്ഷിക്കാനാണ് ആഗ്രഹം. അതിന് ദൈവത്തിൽ നിന്ന് അതിന് നരകത്തിൽ പോകുന്നൊരു ആത്മാവിൻ്റെ അവസ്ഥയെ പറയുന്നത്, അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവകമായ പിന്തിരിയൽ എന്ന് വെച്ചാൽ മാരകപാപം. ഒരു വ്യക്തി മാരകപാപം ചെയ്ത് ആ മാരകപാപം അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിലാണ്, മാരകപാപം ചെയ്യുന്നു, ആ പാപത്തിൽ തന്നെ നിലനിൽക്കുന്നു, ആ പാപത്തിൽ തന്നെ മരിക്കുന്നു, അങ്ങനെ ഒരു വ്യക്തിയാണ് നിത്യനരകത്തിലേക്ക് പോകുന്നത്. മാരകപാപ അവസ്ഥയിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയാണ് എവിടേക്ക് പോവുക? നിത്യനരകത്തിലേക്ക്, നിത്യശിക്ഷയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ നിത്യനരകത്തെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 2 കാര്യങ്ങളെങ്കിലും ചിന്തിക്കണം നല്ലതാണ്. ഒന്ന്, അതിലെ കൊടിയ ഭീകരമായ വേദന. ഭൂമിയിലുള്ള ഒന്നിനോടും അതിനെ തുലനം ചെയ്യാൻ നമുക്ക് പറ്റില്ല. കമ്പയർ ചെയ്യാൻ പറ്റിയ ഒന്നും ഈ ഭൂമിയിലില്ല. നിത്യനരകത്തിൻ്റെ വേദന ഭൂമിയിലുള്ള ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ഭൂമിയിൽ നമ്മൾ എത്ര വേദനിക്കുന്നു, സഹിക്കുന്നു, വിഷമിക്കുന്നു, ഭാരപ്പെടുന്നു എന്ന് പറഞ്ഞാലും നരകത്തിൻ്റെ വേദനയോട് തുലനം ചെയ്യാൻ പറ്റില്ല. ഈ ലോകത്തുള്ള സകല മനുഷ്യരും സഹിച്ച എല്ലാ വേദനയും, എല്ലാ സഹനം ഒരുമിച്ച് ചേർത്ത് വെച്ചാലും നരകത്തിലൊരു ആത്മാവ് അനുഭവിക്കുന്ന ഒരു നിമിഷത്തെ വേദനയ്ക്ക് അത് തുല്യമാകില്ല. അത്രയും ഭീകരമായ വേദന. വല്ലപ്പോഴൊക്കെ അത് നമ്മൾ ചിന്താവിഷയമാക്കണം. രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യം അതിൻ്റെ നിത്യ സ്വഭാവമാണ്. ഒരിക്കൽ നരകത്തിൽ പോയാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഇല്ല, കഴിഞ്ഞു, തീർന്നു, തീരുമാനമായി. നരകത്തിൽ പോയ ആത്മാവ് അത് 5 ദിവസത്തേക്കാണോ, 5 കൊല്ലത്തേക്കാണോ, 500 കൊല്ലത്തേക്കാണോ, 5000 കൊല്ലത്തേക്കാണോ, 5 ലക്ഷം വർഷത്തേക്കാണോ? അല്ല, നിത്യമാണ്. പോയാൽ പോയി, കഴിഞ്ഞു, നിത്യമാണ്. ഇത് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തണതല്ല, മറിച്ച്
കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം, ഈശോയോട് ചേർന്ന് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യമൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ നമ്മളെ രക്ഷിക്കാൻ ചെയ്യേണ്ടുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി നമ്മളതൊക്കെ ഒന്ന് സ്വീകരിച്ചാൽ മതി. അനുതാപത്തിൻ്റെ ചൈതന്യം, പശ്ചാത്താപത്തിൻ്റെ ചൈതന്യം, മാനസാന്തരത്തിൻ്റെ ചൈതന്യം നിരന്തരം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ചെറിയൊരു തെറ്റ് പോലും ചെയ്യാതെ ജീവിക്കാനുള്ളൊരു പരിശ്രമം നടത്തണം. അതിന് ഈശോനെ ആശ്രയിക്കണം. ഇനി ജീവിതത്തിൽ എന്തെങ്കിലും കുറവോ പോരായ്മയൊക്കെ സംഭവിച്ചാൽ ആത്മാർത്ഥമായിട്ട് അനുദപിക്കണം, കുമ്പസാരിക്കണം, പാപേറ്റു പറയണം. അപ്പോൾ ഈശോ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് ആ കൃപയിൽ തുടർന്ന് ജീവിക്കാൻ വിശുദ്ധ കുർബാന മുടക്കാതിരിക്കണം, ബൈബിൾ വായന മുടക്കാതിരിക്കണം, ജപമാല ചൊല്ലുന്നത് മുടക്കാതിരിക്കണം. പ്രാർത്ഥനാ ജീവിതം വഴി, പ്രത്യേകിച്ച് കൗദാശിക ജീവിതം വഴിയാണ് നമുക്ക് ഈ നിത്യരക്ഷ നമുക്ക് ഉറപ്പാക്കാൻ നമ്മുടെ മുന്നിലുള്ള മാർഗം. അല്ലെങ്കിൽ അതാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ, അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. നേരെ മറിച്ച് നമ്മൾ പാപത്തിലാണെങ്കിൽ, പാപം ഇങ്ങനെ ആവർത്തിക്കുന്നു, അനുതാപവും ഇല്ല, പശ്ചാത്താപവും ഇല്ല, അതിനെ തുടരുന്നു, അത് നമ്മളെ നിത്യനാശത്തിന്. ദൈവം ഏറ്റവും സങ്കടം, കർത്താവിൻ്റെ ഏറ്റവും വലിയ സങ്കടം അത് തന്നെയാണ്. കർത്താവ് സ്വന്തം ജീവൻ തന്നാൽ നമ്മളെ സ്നേഹിച്ച്, നമ്മളെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി കർത്താവിന് എന്തെല്ലാം പങ്കപ്പാട് കഴിക്കേണ്ടി വന്നു, എന്തെല്ലാം പാടുപീടകൾ ഏറ്റ് വാങ്ങിയിട്ടാണ്, കുരിശിൽ മരിച്ചിട്ടാണ് എനിക്ക് ഈശോ രക്ഷ തന്നത്. ഇത്രയും കഷ്ടപ്പാടൊക്കെ സഹിച്ച് കർത്താവ് എനിക്ക് രക്ഷ തന്നിട്ട് അത് സ്വീകരിക്കാൻ ഞാനൊന്നും മെനക്കെടുന്നില്ലെങ്കിൽ, സ്വീകരിക്കാൻ എന്താ വലിയ ഇതുണ്ടോ? എന്നാൽ ശരിയായ ആത്മപരിശോധന ചെയ്യുക, ആ ആത്മാവിൻ്റെ അവസ്ഥ കണ്ടെത്തുക, പാപാവസ്ഥ കണ്ടെത്തി അനുദപിക്കുക, കുമ്പസാരിക്കുക, പാപം ഏറ്റുപറയുക. അതിലൂടെ ആ പാപങ്ങൾ മോചിക്കപ്പെട്ടു, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടു, ഞാൻ രക്ഷയിലേക്ക് വന്നു. പിന്നീട് അനുദിനം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഞാൻ എൻ്റെ ആത്മീയ ജീവനെ ശക്തിപ്പെടുത്തി പാപരഹിതമായൊരു ജീവിതം നയിക്കാൻ, ഈശോയോട് ചേർന്നൊരു ജീവിതം നയിക്കാൻ നിരന്തരം പരിശ്രമിക്കുന്നു, സുവിശേഷം ജീവിക്കാൻ നിരന്തരം പരിശ്രമിക്കുന്നു. കർത്താവ് തന്നെ അതിനെ സഹായിക്കുന്നു, വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിനെ ശക്തിപ്പെടുത്തുന്നു. ഇത്രയും അവസരം നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ട് എല്ലാം നമ്മുടെ മുൻപിൽ ഇങ്ങനെ വെച്ച് വിളമ്പി തന്നിട്ട് പോലും നമ്മളത് സ്വീകരിക്കാതെ പോയാൽ കർത്താവ് എന്തോരം സങ്കടപ്പെടും. നമ്മൾ നിത്യനാശത്തിൽ പോയാൽ സത്യത്തിൽ കർത്താവല്ല നമ്മളെ നരകത്തിലോട്ട് വലിച്ചെറിയുന്നേ. നമുക്ക് അർഹതയുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. നമുക്ക് അർഹതയുള്ളത് നമ്മളിപ്പോൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ കർത്താവ് സങ്കടത്തോടെ നോക്കി വെക്കും, വിഷമത്തോടെ നോക്കി വെക്കും, വേദനയോടെ നോക്കി നിൽക്കും. ശിക്ഷയെക്കുറിച്ചുള്ള സഭയുടെ പഠനം, സഭയുടെ പ്രബോധനം അതാണ്. 1471 നമ്പറിൽ നമ്മൾ കാണുന്നുണ്ട് ഈ രണ്ട് ശിക്ഷകൾ എന്ന് വെച്ചാൽ നിത്യശിക്ഷ, കാലിക ശിക്ഷ. ഇത് രണ്ടും ദൈവത്തിൻ്റെ പുറമേ നിന്ന് വരുന്ന പാപത്തിൻ്റെ പുറമേ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ പ്രതികാരമായി സങ്കല്പിക്കരുത്. പിന്നെയോ പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് തന്നെ ഉളവാകുന്നതായി മനസ്സിലാക്കണം. ഇതാ സഭയുടെ മതബോധന ഗ്രന്ഥം 1471, 72 നമ്പറുകളിലായിട്ട് നമ്മൾ വായിക്കുക. എന്ന് വെച്ചാൽ നിത്യനരകത്തിലേക്ക് നമ്മളെ പറഞ്ഞയക്കുന്നത് ദൈവമല്ല. അത് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ എന്താ തിരഞ്ഞെടുക്കണേ, അത് മരിച്ച കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. എന്ത് തിരഞ്ഞെടുത്താൽ സ്വീകരിക്കേണ്ടി വരും. പാപം മതി, പാപം തരുന്ന സുഖം മതി, പിശാച് തരുന്ന സന്തോഷങ്ങൾ മതി എന്ന് ഒരാൾ തിരഞ്ഞെടുത്താൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് തന്നെ പോകേണ്ടി വരും. നേരെ മറിച്ച് ഈശോ മതി, ഈശോ തരുന്ന ആത്മീയ ആനന്ദം മതി, പരിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും കൂദാശകളും അതുവഴി ഈശോയോട് ചേർന്നൊരു ജീവിതവും സുവിശേഷ ജീവിതവും മതി എന്ന് തീരുമാനിക്കുന്ന ഒരാളാണെങ്കിൽ സ്വർഗത്തിലേക്കും പോകാം. അപ്പോൾ കർത്താവ് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കർത്താവ് ആരും നിർബന്ധിക്കില്ല. കർത്താവ് എന്താ പറയണത്? ജീവനും മരണവും നിന്റെ മുന്നിലുണ്ട്, ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തോ. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അതിൽ കയറി കർത്താവ് ഇടപെടില്ല. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, ജീവനും മരണവും മുന്നിലുണ്ട്, അഗ്നിയും വെള്ളവും നിന്റെ മുന്നിൽ, ഇഷ്ടമുള്ളത് എടുത്തോ. ആ സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. സ്വതന്ത്ര മനസ്സാൽ നമ്മളാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്തോ അതാണ് മരണശേഷം നമ്മൾ സ്വീകരിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നരകത്തിലുള്ള പീഡകളെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ടോ? ഇപ്പം തന്നെ പാതി ചത്തട്ടിരിക്കണം. ഇനിയിപ്പോൾ അതും കൂടെ കേട്ട് കഴിഞ്ഞാൽ, എന്തായാലും ഇത്രയും കേട്ടില്ലേ, ഇതും കൂടെ കേട്ടേക്കല്ലേ. നരകത്തിലുള്ള എന്തായാലും നനഞ്ഞൊന്ന് പിന്നെ കുളിച്ചിട്ട് കയറാം അല്ലേ. ഈ വിശുദ്ധർക്കുണ്ടായ ദർശനം, ദർശനം കിട്ടിയ വിശുദ്ധരുണ്ട്. നരകം കർത്താവ് ഇങ്ങനെ ദർശനത്തിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ആത്മാവ് നരകത്തിൽ അനുഭവിക്കുന്ന പീഡ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് വിശുദ്ധരാണ്. ഒന്ന് വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി, മറ്റൊരാളാണ് സിയന്നായിലെ വിശുദ്ധ കാതറി. ഈ വിശുദ്ധര് അവർ കണ്ട നരകത്തിലെ പീഡകളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഫൗസ്റ്റീന പുണ്യവതി 7 പീഡകളാണ് ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയത്. 7 പീഡകൾ, നരകത്തിലൊരു ആത്മാവ് അനുഭവിക്കുന്ന 7 പീഡകൾ. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ അസാന്നിധ്യം. ഏറ്റവും വലിയ വേദന അതാട്ടോ. ദൈവത്തിൻ്റെ പ്രസൻസ് അല്പം പോലും ഇല്ലാത്തൊരവസ്ഥ, ഒരല്പം പോലും ദൈവിക സാന്നിധ്യം ഇല്ലാത്ത ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നരകം. ഈ ദൈവത്തിൻ്റെ അസാന്നിധ്യം, പരിപൂർണമായ അസാന്നിധ്യം, ഇതാണ് ഒരു ആത്മാവ് കടന്നു പോകുന്ന ഏറ്റവും വലിയ വേദന. 2, നിരന്തരമായ മനസാക്ഷി കുത്ത്. 3, ഈ ദുരവസ്ഥയ്ക്ക് മാറ്റമില്ല എന്ന് വെച്ചാൽ നിത്യമാണിത്. ഇതിനൊരു മാറ്റം, ഒരു കുറച്ച് നാളെങ്കിലും കഴിഞ്ഞത് മാറുമെങ്കിൽ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ഇതിന് മാറ്റമില്ല, ഇത് നിത്യമാണെന്നുള്ള ഒരു വേദന. 4-മത്തേത് ദൈവകോപാഗ്നി. 5-മത്തേത് നിരന്തരമായ ഇരുട്ടും ശ്വാസം മുട്ടിക്കുന്ന ദുർഗന്ധവും. 6-മത്തേത് സാത്താൻ്റെ സാന്നിധ്യം. സാത്താനെ നേരിട്ട് കാണാം, അതാണ്
അവിടെ ചെല്ലുമ്പോൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളെ കാണാം അല്ലേ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ണാടി നോക്കുമ്പോൾ കാണാറുണ്ടോ? ഇല്ല. നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നേരിട്ട് കാണാം ആ കക്ഷീനെ അവിടെ ചെല്ലുമ്പോൾ. ആയിരിക്കുന്ന കോലത്തിൽ തന്നെ നമുക്ക് അതാണ് ആറാമത്തെ കാര്യം, സാത്താൻ്റെ സാന്നിധ്യം. സാത്താൻ്റെ പ്രസൻസ്, സാന്നിധ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ചില മനുഷ്യ വ്യക്തികളുടെ തന്നെ പ്രസൻസ് നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ചിലപ്പോഴെങ്കിലും അല്ലേ? അത് അവരുടെ കുഴപ്പമാവണമെന്നില്ല, ചിലപ്പോൾ നമ്മുടെ തന്നെ കുഴപ്പമാവും, എന്തോ ആകട്ടെ. ചില മനുഷ്യ വ്യക്തികളുടെ തന്നെ പ്രസൻസ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകാറില്ലേ? ചിലർ വരുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും, മാറിപ്പോവും, ദൂരെ പോവും. കാരണം അവരുടെ വർത്തമാന രീതിയാകാം, അവരുടെ പെരുമാറ്റ ശൈലിയാകാം, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ചില വ്യക്തികളുടെ പ്രസൻസ് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മുടെ തന്നെ പ്രശ്നം കൊണ്ടായിരിക്കാം, എന്താണെങ്കിലും. അപ്പോൾ അത് നമുക്ക് അറിയാമെങ്കിൽ ഈ സാത്താൻ്റെ പ്രസൻസ്, സാത്താൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്ര വലുതായിരിക്കും? നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത ഒന്നാണ്, നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ്. ഏഴാമത്തേത് ഭീകരമായ നിരാശ. കാരണം ഇതിനൊരു മാറ്റമില്ലാത്ത ഭീകരമായ നിരാശ. ഈ 7 കാര്യങ്ങളാണ് ഫൗസ്റ്റീന പുണ്യവിധിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. ഏകദേശം സമാനമാണ് കാതറീനും വെളിപ്പെട്ട് കിട്ടിയത്. കാതറീന് പക്ഷേ 4 കാര്യങ്ങളാണ്. അത് വിശുദ്ധ കാതറീൻ പറയുന്നത് ഇങ്ങനെയാണ്: 1, പരമനന്മയായ ദൈവത്തെ ഇനി കാണാൻ പറ്റില്ല, ദർശിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഫൗസ്റ്റീന പറഞ്ഞ ആദ്യ കാര്യം. ദൈവിക സാന്നിധ്യമില്ല, കർത്താവിൻ്റെ പ്രസൻസ് ഇല്ല, കർത്താവിന് ഇനി കാണാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ഭീകരമായ പീഡ, ഒന്നാമത്തെ. രണ്ടാമത്തേത്, ഇനി വിശുദ്ധരുടെ കൂട്ടായ്മയില്ല, മാലാഖമാരുടെ കൂട്ടായ്മയില്ല, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, ആ ദുഃഖം, ആ സങ്കടം. മൂന്നാമത്തേത് ഇതിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, സാത്താനെ കാണേണ്ടി വരും, സാത്താൻ്റെ ദർശനം, സാത്താൻ്റെ സാന്നിധ്യം. നാലാമത്തേത് അഭൗമികമായ അഗ്നിയുടെ ജ്വലനം. ഈ 4 കാര്യങ്ങളാണ് സീനാല് വിശുദ്ധ കാതറീന് വെളിപ്പെട്ട് കിട്ടിയ നരകത്തിലെ പീഡകളായിട്ട്. അപ്പോൾ നരകം അതൊരു യാഥാർത്ഥ്യമാണ്, അത് നിത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പറയുന്നത് ഭയപ്പെടുത്താനല്ല, മറിച്ച് നമുക്ക് നിത്യരക്ഷയ്ക്ക് വേണ്ട എല്ലാം ഈശോ ഒരുക്കി വെച്ചിട്ടും അത് സ്വീകരിക്കാതെ നമുക്ക് ഇങ്ങനെ തോന്നുന്ന പോലെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോയാൽ ഈ നിത്യനാശത്തിൽ, നിത്യനരകത്തിൽ പോകുന്ന അവസ്ഥ, അതിലും വലിയ എന്ത് ദൗർഭാഗ്യമാണുള്ളത്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ ഈ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ട എന്താ പ്രയോജനം? എല്ലാം നേടി, ലോകം മൊത്തം നേടിയെടുത്തു, പക്ഷേ ഈ സ്വന്തം ആത്മാവ് നിത്യനാശത്തിൽ, നിത്യനരകത്തിൽ പോയ എന്താ പ്രയോജനം? അപ്പോൾ കർത്താവ് ഒരു ആത്മാവിന് കൊടുക്കുന്ന വില ഈ ലോകം മുഴുവൻ്റെ വിലയേക്കാളും വിലയാണ്. അതിലുപരി ഈശോ ഒരു ആത്മാവിന് കൊടുക്കുന്ന വില ഈശോയുടെ ജീവൻ്റെ വിലയാണ്. അതിനാണല്ലോ ഈശോ കുരിശിൽ മരിച്ചത്. അത്രയും മൂല്യം ഈശോ നമ്മുടെ ആത്മാവിന് കൽപ്പിക്കുമ്പോൾ നമ്മളതിന് പുല്ല് വില കൽപ്പിക്കാതെ ജീവിച്ചാലോ? പാപത്തിൻ്റെ സുഖങ്ങളുടെ പുറകെ പോയാലോ? ഇത് കേൾക്കുമ്പോൾ വീണ്ടും ഞാനിത് പറയുമ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്, വേറൊന്നുമല്ല. നിങ്ങളിത് അനാവശ്യ ഭയത്തിലേക്ക് പോകുന്നു. അത് ഭയപ്പെടുത്താൻ വേണ്ടി പറയണതല്ല, യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഈശോയോട് ചേർന്ന് ജീവിക്കുക. ഭയമോ പേടിയോ ഭാരമോ അല്ല വേണ്ടത്, മറിച്ച് പാപത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. പാപം മനുഷ്യരാണ്, ബലഹീനരാണ്, ചിലപ്പോൾ വീഴ്ച പറ്റാം. പക്ഷെ അനുദപിക്കുക, കുമ്പസാരിക്കുക, കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുക, വചനം വായിക്കുക, ജപമാല ചൊല്ലുക, ഈശോയോട് ചേർന്ന് എങ്ങനെയൊക്കെ പരമാവധി ഈശോയോട് ചേർന്ന് ജീവിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ നിരന്തരം ഒരു പാപരഹിത ജീവിതം, വിശുദ്ധ ജീവിതം, കർത്താവിനെ സ്നേഹിച്ചുള്ള ജീവിതം അങ്ങനെ നമുക്ക് സാധ്യമായാൽ നമ്മളങ്ങനെ നരകത്തെയും പേടിച്ച് ഭയപ്പെട്ട് അങ്ങനെ ഇരിക്കേണ്ടവരല്ല, മറിച്ച് ഈശോയിലേക്ക് നോക്കി, ഈശോയിൽ ആ ആനന്ദം, സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. മനുഷ്യൻ്റെ അന്ത്യങ്ങൾ ഏതൊക്കെയാണ്? മരണം, വിധി, സ്വർഗം, നരകം. ഇനി ഇത് 4 മനുഷ്യൻ്റെ അന്ത്യങ്ങളെങ്കിലും ഈ തനത് വിധിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. തനത് വിധിയിൽ ഒന്നുകിൽ നേരെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നേരെ നരകത്തിലേക്ക്. ഇനി അതല്ല, സ്വർഗത്തിലേക്കാണ്, പക്ഷേ ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ടെങ്കിൽ എവിടെ പോകേണ്ടി വരും? ശുദ്ധീകരണ സ്ഥലം, പർഗേറ്ററി, ശുദ്ധീകരണ അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അതും ഒറ്റ വാക്യത്തിൽ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ശുദ്ധീകരണ സ്ഥലം എന്താണ്? ശുദ്ധീകരണ സ്ഥലം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1030, 1051, 1054 നമ്പറുകളിലായിട്ട് നമ്മൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടവരല്ല എങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എങ്കിലും സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ഒരു ശുദ്ധീകരണത്തിന് വിധേയരാകും. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ തിരുസഭ പർഗേറ്ററി അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തിന് കൊടുക്കുന്ന നിർവചനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് പാപത്തിന് 2 തരം ശിക്ഷയുണ്ട്, നിത്യശിക്ഷയും കാലിക ശിക്ഷയും. നിത്യശിക്ഷയാണ് ഈ നരകം എന്ന് പറയുന്നത്. അനുദപിച്ച് കുമ്പസാരിച്ച് പാപയേറ്റു അറിഞ്ഞു കഴിയുമ്പോൾ നിത്യശിക്ഷയിൽ നിന്ന് മോചനം കിട്ടി. നിത്യശിക്ഷയിൽ നിന്ന് കാലിക ശിക്ഷ മോചനം കിട്ടിയിട്ടില്ല കേട്ടോ. കാലിക ശിക്ഷ അവിടെ നിൽക്കുകയാണ്. കാലിക ശിക്ഷ, കാലത്തിനടുത്ത ശിക്ഷ, താൽക്കാലിക ശിക്ഷ,
അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന ഇത് നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വഴി, പരിഹാര ജീവിതം വഴി, ത്യാഗജീവിതം വഴി, സഹന ജീവിതം വഴി, അതുപോലെ ദാനധർമ്മങ്ങൾ വഴി, കാരുണ്യ പ്രവൃത്തികൾ വഴി ഒക്കെ നമുക്കിതിനെ പരിഹരിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ പാപവും കടവും എല്ലാം, പാപത്തിൻ്റെ അനന്തര ഫലമായി വരുന്ന കടങ്ങൾ, പാപവും കടങ്ങളും ഇതെല്ലാം മോചിക്കപ്പെട്ടൊരവസ്ഥയിലാണ് മരിക്കണമെങ്കിൽ ആ വ്യക്തി മരിച്ച ഉടനെ തന്നെ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നു. ഇനി മരിക്കുന്നത് പാപത്തിലാണെങ്കിൽ നേരെ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നു. എന്നാൽ പാപമോചനം കിട്ടിയിട്ടുണ്ട്, കടങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കർത്താവ് ഇതാ ഒരു അവസരം, മരണശേഷം ഒരു അവസരം, ശുദ്ധീകരണാവസ്ഥയിലൂടെ ഒരു അവസരം നിലാണ്. അത് ശുദ്ധീകരണം, വേദനയുടെ അല്ലെങ്കിൽ ശുദ്ധീകരണത്തിൻ്റെ ഒരു മേഖലയാണ് ആ അവസ്ഥ. ആ ശുദ്ധീകരണം പൂർത്തിയാകുമ്പോൾ വ്യക്തി സ്വർഗത്തിലേക്ക്, അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി പൂർണ്ണമായിട്ടില്ല എങ്കിൽ, എന്താണ് ഈ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ദൈവത്തിൻ്റെ നിർവചനം എന്താ? ദൈവത്തിൻ്റെ നിർവചനം, ദൈവം എന്താകുന്നു? സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം ആകുന്നു. അപ്പോൾ സ്നേഹമല്ലാത്തതൊന്നും എവിടെ കയറാൻ പറ്റില്ല? സ്വർഗത്തിൽ കയറാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ എങ്ങനെ മനസ്സിലാക്കാം? സ്നേഹമല്ലാതെ എന്തെല്ലാം എൻ്റെ ആത്മാവിലുണ്ടോ അതെല്ലാം ദഹിപ്പിക്കപ്പെടുന്ന ഇടമാണ് ശുദ്ധീകരണ സ്ഥലം. സ്നേഹമല്ലാതെ എന്തൊക്കെ ഉണ്ടോ, സ്നേഹമല്ലാതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവസ്നേഹത്തിൽ എന്തോരം വളർന്നു, മനുഷ്യസ്നേഹത്തിൽ എന്തോരം വളർന്നു, സഹോദര സ്നേഹത്തിൽ എന്തോരം വളർന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. സ്നേഹമല്ലാതെ എന്ത്? അതുകൊണ്ടാണ് ഈ വെറുപ്പ് എന്ന് പറയുന്ന തിന്മ ഇത്രയും ഭീകര തിന്മയായിട്ട് മാറുന്നത്. വെറുപ്പിനെ കുറിച്ച് വചനത്തിൽ എന്താ പറയുന്നത്? സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകി. കൊലപാതകം എന്ന പാപം ഏറ്റവും വലുതാണ്, അതറിയാലോ. അതിന് തുല്യമായിട്ട് അവതരിപ്പിക്കുന്ന വെറുപ്പിനെ. എന്താ കാരണം? വെറുപ്പ് സ്നേഹത്തിന് നേരെ വിപരീത ദിശയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊലപാതകത്തിന് തുല്യമായ പാപമായിട്ട് വെറുപ്പിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ സ്നേഹമല്ലാതെ എന്തെല്ലാം എൻ്റെ ആത്മാവിലുണ്ടോ അതെല്ലാം ദഹിപ്പിക്കപ്പെടാതെ എവിടെ പ്രവേശിക്കാൻ പറ്റില്ല? സ്വർഗത്തിൽ. അതുകൊണ്ട് നമ്മൾ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ വിധി നടക്കുക. സ്നേഹം, ദൈവസ്നേഹം, പരസ്നേഹം, ഇതൊരു നാണയത്തിന് രണ്ട് വശം പോലെ ബന്ധമുള്ളതാണ്. ദൈവസ്നേഹം, പരസ്നേഹം. സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ വിധി നടക്കുക. എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അതിലൊരു പൂർണ്ണത. അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കും പോലെ നിങ്ങളും പരിപൂർണരാകും, നിങ്ങളുടെ സ്വർഗീയ പിതാവ് പരിശുദ്ധനായിരിക്കും പോലെ നിങ്ങളും പരിശുദ്ധരാകുവിൻ. അപ്പോൾ ഈ പരിശുദ്ധി, പരിപൂർണത കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്വർഗീയ പിതാവിൻ്റെ പരിശുദ്ധി എന്താണ്? സ്വർഗീയ പിതാവിൻ്റെ പരിപൂർണത എന്താണ്? അത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. ദൈവം സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ പൂർണ്ണത. അപ്പോൾ അതുകൊണ്ട് ദൈവസ്നേഹത്തിലുള്ള വളർച്ച, പരസ്നേഹത്തിലുള്ള വളർച്ച, സഹോദര സ്നേഹത്തിലുള്ള വളർച്ച. അപ്പോൾ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ, ഒരിക്കലും കാണപ്പെടാതെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ദൈവസ്നേഹം കൊണ്ട് നിറയാതെ മനുഷ്യരെയും സ്നേഹിക്കാൻ പറ്റില്ല. ഇത് രണ്ടും അത്രയും പരസ്പരം റിലേറ്റഡ് ആണ്, ബന്ധമുള്ളതാണ്. പ്രാർത്ഥനാ ജീവിതം വഴി, കൗതാശിക ജീവിതം വഴി ഈശോയോടുള്ള സ്നേഹത്തിൽ കൂടുതൽ വളരാൻ ശ്രമിക്കാം. പരസ്നേഹം വഴി ആ നമ്മുടെ നിറഞ്ഞ സ്നേഹത്തിൻ്റെ ഒരു കരകവിഞ്ഞൊഴുകൽ, മനുഷ്യരിലേക്ക് കരകവിഞ്ഞൊഴുകാൻ നമുക്ക് പരിശ്രമിക്കാം. കാരുണ്യ പ്രവൃത്തികളും ദാനധർമ്മങ്ങളൊക്കെ വഴി. അപ്പോൾ സ്നേഹത്തിൽ ഇങ്ങനെ വളർന്ന് അപ്പോൾ പരസ്നേഹ പ്രവൃത്തികൾ അനേകം പാപങ്ങൾക്കും കടങ്ങൾക്കും പരിഹാരമായിട്ട് മാറാണ്. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നമുക്ക് വളരാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ പരസ്നേഹത്തിലുള്ള വളർച്ചയുടെ ഒരു പ്രധാന മേഖലയാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനം. ആത്മാക്കളെ രക്ഷിക്കാൻ. നമ്മൾ ഈ ധ്യാനം നടത്തുന്നതും ശുശ്രൂഷ നടത്തുന്നതും കൺവെൻഷൻ നടത്തുന്നതും അടിസ്ഥാന ലക്ഷ്യം എന്താ? ആത്മാക്കളുടെ രക്ഷ. വേറെ എന്താണ്? ആത്മാക്കളുടെ രക്ഷ, മാനസാന്തരം, പശ്ചാത്താപം. ഒരു ആത്മാവ് നിത്യനാശത്തിൽ, നിത്യനരകത്തിൽ പതിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തമെങ്കിൽ അത് സംഭവിക്കാതിരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് പാപബോധം ഉണ്ടാകാൻ, പശ്ചാത്താപം ഉണ്ടാകാൻ, മാനസാന്തരം ഉണ്ടാവാൻ, കുമ്പസാരത്തിലേക്ക് അണയാൻ, അനുദപിക്കാൻ. ഇതിനൊക്കെ വേണ്ടി നമ്മൾ നടത്തുന്ന നമ്മുടെ പ്രാർത്ഥനയാകട്ടെ, പരിശ്രമങ്ങളാകട്ടെ, അധ്വാനമാകട്ടെ, ത്യാഗമാകട്ടെ, സഹനമാകട്ടെ, ഇത് ദൈവത്തിൻ്റെ കണ്ണിൽ ഏറ്റവും വിലയുള്ളതാണ്. ഏറ്റവും വലിയ സ്നേഹപ്രവൃത്തി എന്ന് പറയുന്നത് നിത്യനരകത്തിലൊരു ആത്മാവ് പതിക്കാതിരിക്കാൻ നമ്മൾ നടത്തുന്ന പരിശ്രമവും പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ സ്നേഹപ്രവൃത്തി. ബാക്കി എല്ലാത്തിനും താഴെ വരുള്ളൂ. അത് നിത്യനാശത്തിൽ, നിത്യനരകത്തിൽ, നിത്യവേദനയിൽ ഒരു ആത്മാവ് പോകാതിരിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് ഏറ്റവും വലിയ. അപ്പോൾ ധ്യാനത്തിൻ്റെയും കൺവെൻഷൻ്റെയും ഒക്കെ അടിസ്ഥാന ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം കൂടെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ. കഴിയുന്നിടത്തോളം ലോകം മുഴുവന് വേണ്ടി, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അത് നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് കർത്താവ് അത് കാരണമാക്കി മാറ്റും. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് കർത്താവ് അത് കാരണമാക്കി മാറ്റും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി അധ്വാനിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വേഗം എഴുന്നേൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ.
ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കരുത്. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കുവിൻ. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കില്ല, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. സ്വർഗത്തിൽ നിക്ഷേപം കരുതിയാൽ നമ്മുടെ ഹൃദയവും സ്വർഗത്തിലായിരിക്കും. യേശുവിൽ നിക്ഷേപം കരുതിയാൽ നമ്മുടെ ഹൃദയവും യേശുവിലായിരിക്കും. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? നാളിതുവരെയുള്ള പ്രാർത്ഥനാ ജീവിതം വഴി, പരസ്നേഹ പ്രവർത്തികൾ വഴി, കൗദാശിക ജീവിതം വഴി, ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങൾ വഴി, കാരുണ്യ പ്രവർത്തികളും ദാനധർമ്മങ്ങളും വഴി നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ മനസ്സും ഹൃദയവും ഒക്കെ സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോഴുള്ള എൻ്റെ യാത്ര അത് ട്രാക്ക് മാറിയുള്ള യാത്രയാണെങ്കിൽ ശരിയായൊരു ട്രാക്കിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിനെ ലക്ഷ്യമാക്കി, സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാനുള്ള വലിയ അനുഗ്രഹം, വലിയ അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ രണ്ടും ഉയർത്താം. സ്വർഗത്തിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതരം തുറക്കുക, സ്വരം ഉയർത്തുക, ഉച്ചത്തിൽ സ്തുതിക്കുക, എല്ലാം മറന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കുക. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കുക. സ്വർഗത്തിൽ നിക്ഷേപം നിങ്ങൾക്കായി കരുതി വെക്കുക. തുരുമ്പും കീടങ്ങൾ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയില്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. സ്വർഗം കൺമുൻപിൽ കണ്ട് ജീവിക്കാനുള്ള അഭിഷേകം ലഭിക്കട്ടെ, കൃപ ലഭിക്കട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി ഉച്ച സ്വരത്തിൽ വിളിച്ചേ. യേശുവേ കൈകളടിച്ച്, ശക്തിയായി കൈകളടിച്ച്. നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. ചേർന്ന് പാടാം. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. യേശുവേ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എല്ലാവരും യേശുവേ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. കരമുയർത്തി എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. ചേർന്ന് എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ. ഉച്ചത്തിൽ വിളിച്ച ഈശോ. അതിരം തുറന്ന് സ്വരമുയർത്തി ശക്തിയോടെ വിളിക്കുക. എന്റെ നിക്ഷേപം കർത്താവിലാകട്ടെ, എന്റെ നിക്ഷേപം സ്വർഗത്തിലാകട്ടെ, എന്റെ ഹൃദയവും മനസ്സും ആത്മാവും ഈശോയിലാകട്ടെ. അതിരം തുറന്ന് ഉച്ചത്തിൽ ഒരുമിച്ചുറക്കെ വിളിച്ച് യേശുവേ. കൈകളടിച്ച്, ശക്തിയായി കൈകളടിച്ച്, സർവശക്തിയോടെ കൈകളടിച്ച്, ഹൃദയവും മനസ്സും ആത്മാവും കർത്താവിൽ ഉറയ്ക്കാൻ, യേശുവിൽ ഉറയ്ക്കാൻ, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ, നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. എല്ലാവരും വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാത്ത മാറാനാത്ത. എല്ലാവരും കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാത്ത. കരങ്ങളുയർത്തിച്ച് എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. ഉച്ചസ്വരത്തിൽ എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെ. ഒറ്റ വിളിച്ചോ. അധരം തുറന്ന് സ്വരമുയർത്തി ശക്തിയോടെ വിളിക്കുക. നിത്യത ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹൃദയം തുടങ്ങി അനുദപിക്കാനും പശ്ചാത്തപിക്കാനും കുമ്പസാരിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പാപരഹിത ജീവിതം നയിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു കേന്ദ്രീകൃത ജീവിതത്തിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വചന കേന്ദ്രീകൃത ജീവിതത്തിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സുവിശേഷ കേന്ദ്രീകൃത ജീവിതത്തിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഒരുമിച്ച് വിളിച്ച് യേശുവേ.
കൈകളടിച്ച്, ശക്തിയായി കൈകളടിച്ച്, സർവശക്തിയോടെ കൈകളടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ എൻ പ്രിയ രക്ഷകനേ. സുന്ദര രൂപനേ, വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. സുന്ദര രൂപനേ, വന്ദിതനാഥനേ, മാറനാഥ. കരങ്ങൾ ഉയർത്തടിച്ചു പാടി. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർ. രണ്ട് കരങ്ങളും ഉയർത്തി വിളിച്ച് യേശുവേ